الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. اللهم صل وسلم وبارك على رسولك حبيبك سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا محمد صلاة ترضيك وترضيه وترضى بها أنا يا أرحم الراحمين. أوصل اللهم ثواب ما قرأناه وما عملناه إلى حضرة حبيبنا وشفيعنا محمد صلى الله عليه وسلم وإلى حضرات آبائه وإخوانه من الأنبياء والمرسلين وإلى حضرات ساداتنا البدريين والهديين وسائر الصحابة كلهم أجمعين وإلى حضرات من دفنوا في جنة البقيع وجنة المعلى وبشار وزنبل وقدس وسائر مقابر المسلمين وسائر الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم لديك. اللهم إنا نسألك بحقهم وبجائهم وبقربهم وبحق ما قرأناه من قرآنك العظيم يسر عسيرنا وسهل أمورنا. اللهم يسر عسيرنا وسهل أمورنا. اللهم يسر عسيرنا وسهل أمورنا مع الراحة لقلوبنا والسلامة والعافية في ديننا ودنيانا يا رب العالمين. بارك لنا في جميع أمورنا وبارك لنا في مجلسنا هذا بركة تامة كما باركت على عبادك الصالحين. اللهم إنا نسألك بحق نبيك محمد صلى الله عليه وسلم اللهم اجعل السماء لنا لا علينا. اللهم اجعل السماء لنا لا علينا. اللهم اجعل السماء لنا لا علينا. اللهم عافنا من كل بلاء الدنيا ومصيباتها وفتنها وضيق عيشها وعذاب القبر وعذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات وارحمنا برحمتك يا أرحم الراحمين. وصلى الله على خير الكي سيدنا محمد النبي الأمي وعلى آله وصحبه أجمعين والحمد لله رب العالمين. നോളജ് റിട്രീറ്റിൻ്റെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് മഅദിൻ അക്കാദമിക്കൽ വിഭാഗം ഡയറക്ടർ നൗഫൽ സാർ നമ്മോട് സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട പണ്ഡിത്, മറ്റു നാട്ടുകാർ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, മഅദിൻ അക്കാദമിയുടെ വൈസന്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റായ ഒരു കോൺഫറൻസിലാണ് നാം ഇപ്പോൾ ഉള്ളത്. നോളജ് റിട്രീറ്റ്. മഅദിൻ അക്കാദമിയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, 1997 നമ്മൾ വെറും 118 വിദ്യാർത്ഥികളുമായി തുടങ്ങിയ സ്ഥാപനം ഇന്ന് 23,000-ത്തിലധികം കുട്ടികളും 2,000-ത്തിലധികം ഫാക്കൽറ്റി ആൻഡ് നോൺ ഫാക്കൽറ്റി മെമ്പേഴ്സുമായിട്ടുള്ള വളരെ വലിയ ഒരു ക്യാമ്പസായി മാറിയിരിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ദ വിഷണറി ലീഡർഷിപ്പ് ഓഫ് സയ്യിദ് ഇബ്രാഹിം അൽ ഖലീലുൽ ബുഖാരി ആൻഡ് അതർ വെൽ വിഷേഴ്സ്. മഅദിൻ എന്നുള്ള ഈ സ്ഥാപനത്തെ, അല്ലെങ്കിൽ മഅദിനിൻ്റെ പ്രവർത്തന മേഖലയെക്കുറിച്ച് നാം നോക്കുമ്പോൾ സമൂഹത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കി, സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കി, സമൂഹത്തിന് ആവശ്യമായ കോഴ്സുകൾ രൂപകൽപ്പന ചെയ്ത് അത് ഒരു വേൾഡ് സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവരിക എന്ന വലിയ ലക്ഷ്യമാണ് മഅദിൻ പലപ്പോഴും ഏറ്റെടുത്തിട്ടുള്ളത്. എനിക്കിവിടെ ഓർമ്മ വരുന്നത്
മഹദിനിന് ഏതാണ്ട് 9ഓളം സ്കൂളുകളുണ്ട്. അതിലേറ്റവും കൂടുതൽ പഠിക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുന്ന CBSE സ്കൂളാണ് നിങ്ങളുടെ ഈ മുമ്പിലുള്ള ക്യാമ്പസ്. കേരളത്തിൽ തന്നെ 6000-ലധികം കുട്ടികൾ പഠിക്കുന്ന ഒരു CBSE സ്കൂൾ വേറെ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. ഈ സ്കൂളുകളുടെ ഒരു വിഷൻ തയ്യാറാക്കുമ്പോൾ പലപ്പോഴും ഒരു സ്ഥാപനം തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ ഉസ്താദ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, വൈ? എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്, എന്താണ് ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത്. അങ്ങനെ പബ്ലിക് സ്കൂളുകളുടെ അല്ലെങ്കിൽ സ്കൂളുകളുടെ ഒരു വിഷൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 9 സ്കൂളുകളിലെ പ്രിൻസിപ്പൽസ് ഉണ്ട്, മാനേജേഴ്സ് ഉണ്ട്, ഇസ്ലാമിക് വിഭാഗത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനുണ്ട്. ഇവരെല്ലാവരും കൂടിയിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടി വിഷൻ തയ്യാറാക്കി, പ്രിപ്പയറിങ് ഈച്ച് സ്റ്റുഡൻറ്റ് ടു സക്സീഡ് ഇൻ ലൈഫ് ആൻഡ് ലേണിംഗ്. അഥവാ ഒരു കുട്ടിയെ ജീവിതത്തിലും അവൻ്റെ പഠനത്തിലും വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവനെ പ്രാപ്തനാക്കുക എന്ന വലിയൊരു ലക്ഷ്യം. അന്നു രാത്രി 12 മണിയാണെന്ന് തോന്നുന്നു, ഉസ്താദ് എന്നെ വിളിച്ച് ചോദിച്ചു, വാട്ട് ഈസ് ദ വിഷൻ യു പീപ്പിൾ പ്രിപ്പയർഡ്? നിങ്ങൾ പ്രിപ്പയർ ചെയ്ത വിഷൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പ്രിപ്പയറിങ് ഈച്ച് സ്റ്റുഡൻറ്റ് ടു സക്സീഡ് ഇൻ ലൈഫ് ആൻഡ് ലേണിംഗ്. ജീവിതത്തിലും വിജയത്തിലും കുട്ടികളെ വിജയിപ്പിക്കാൻ പ്രാപ്തരാക്കുക, അവരെ തയ്യാറെടുപ്പ് നടത്തുക എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞൊരു വാക്കാണ് എനിക്ക് ഓർമ്മ വരുന്നത്, നോ, യു ഷുഡ് ആഡ് ഇൻ ദ ഗ്ലോബൽ കമ്മ്യൂണിറ്റി, ലോക നിലവാരത്തിലുള്ള സ്റ്റുഡൻസിനെ വാർത്തെടുക്കുക എന്നുള്ളത്. ഇവിടെയാണ് മഹദിൻ വ്യത്യസ്തമാകുന്നത്. മഹദിനിൻ്റെ ഓരോ പ്രോജക്റ്റുകൾ, എഡ്യൂക്കേഷൻ ഓർ നോളജ് പ്രോജക്റ്റുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, മഹദിൻ ഈസ് ഡൂയിങ് ഡിഫറെൻറ്റ് തിങ്സ് ഇൻ ദ ഡിഫറെൻറ്റ് വേ. വ്യത്യസ്ത രൂപത്തിൽ വ്യത്യസ്തമായിട്ടാണ് മഹദിൻ ചിന്തിക്കാറുള്ളത്. ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു നോളജ് പ്രോജക്റ്റ് ഓർ ഇനീഷ്യേറ്റീവ് മഹദിൻ അക്കാദമിയിലേക്ക് വരുമ്പോൾ അക്കാഡമിക് ഡയറക്ടർ എന്ന നിലയ്ക്ക് 95ഓളം അംഗങ്ങളുള്ള ഞങ്ങളുടെ ഫാക്കൽറ്റി കൗൺസിൽ, ഞങ്ങളുടെ ചെയർമാൻ്റെ ഒരു നിർദ്ദേശമുണ്ട്, യു ഷുഡ് തിങ്ക് അബൌട്ട് ദിസ് കരിക്കുലം ഷുഡ് ബി കൺസിസ്റ്റ് ഓഫ് 5 ഡയമെൻഷൻ. അഥവാ നിങ്ങളുണ്ടാക്കുന്ന ഈ പാഠ്യപദ്ധതി 5 മേഖലകളെ തൊട്ടുണർത്തണം. ഏതൊക്കെയാണ് 5 മേഖലകൾ? കുട്ടിയുടെ മൈൻഡ് ഡെവലപ്മെൻറ്റ്, മാനസിക വളർച്ച; കുട്ടിയുടെ ബോഡി ഡെവലപ്മെൻറ്റ്, ശാരീരിക വളർച്ച; കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, തലച്ചോറിൻ്റെ വളർച്ച; കുട്ടിയുടെ സോൾ ഡെവലപ്മെൻറ്റ്, ആത്മാവിൻ്റെ വളർച്ച; കുട്ടിയുടെ ഹാർട്ട് ഡെവലപ്മെൻറ്റ്, വൈകാരിക വളർച്ച. ഈ 5 മേഖലകളിലും ഒരു കരിക്കുലവും കണ്ടന്റും ഡിസൈനിങ് ആൻഡ് ഡെലിവറി ചെയ്തെങ്കിൽ മാത്രമേ അതിന് അക്കാഡമിക് കൗൺസിൽ അംഗീകാരം നൽകുകയുള്ളൂ എന്നതാണ് മഹദിൻ അക്കാദമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. സമൂഹത്തിൻ്റെ താഴ്ന്നകിടയിലുള്ള അഥവാ സമൂഹത്തിന് ആവശ്യങ്ങളുള്ള, ഇവിടെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, ഡോക്ടർ നൗഫൽ എന്നറിയപ്പെടുന്ന മഹദിൻ ആംബിൾ ഷോറിലെ യതീംഖാന എന്ന് പോലും നിങ്ങൾ പറയരുത് എന്നാണ് ഉസ്താദ് പറയാറുള്ളത്. ആ ആംബിൾ ഷോറിലെ ഇന്ന് നമുക്കറിയാം ഏറ്റവും നല്ല സൗകര്യമുള്ള, നിങ്ങളുടെ സഹായം കൊണ്ട്, നിങ്ങളുടെ സഹകരണം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് ഇന്ന് കേരളത്തിലെ ഏറ്റവും നല്ല ഒരു ആംബിൾ ഷോർ യതീംഖാനയാണ് നമുക്കുള്ളത്. അവിടെ പഠിച്ച കുട്ടി ഇന്ന് IISR, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ചിൽ ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് ലഭിക്കുകയും ഇന്ന് PDF-ന് വേണ്ടി, പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഇങ്ങനെ ഇഷ്ടം പോലെ, അഥവാ നമുക്കറിയാം 2 കണ്ണും കാണാത്ത നമ്മുടെ ബ്ലൈൻഡ് സ്കൂളിൽ നിന്നുള്ള പെൺകുട്ടിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള റാങ്ക് കിട്ടിയത് BA ഹിസ്റ്ററിക്ക്. ഇങ്ങനെ സമൂഹത്തിൻ്റെ ഇത് വളരെ വിരളമായ എക്സാമ്പിളുകൾ മാത്രം. ഒരു ദിവസം ഞാൻ സ്പെഷ്യൽ സ്കൂളിൽ ചെന്നപ്പോൾ അവിടെയുണ്ട് ചില കുട്ടികൾ ഉണ്ടാക്കുന്ന ഇന്നോവേറ്റീവ് ബാഗുകൾ, ഹാൻഡ് ബാഗുകൾ കണ്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. ഇവിടെയാണ് മഹദിൻ വ്യത്യസ്തമാകുന്നത്. സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങൾ അറിഞ്ഞുകൊണ്ട്, സമൂഹത്തിൻ്റെ ആവശ്യകതകൾ മനസ്സിലാക്കി എത്രത്തോളം ടെക്നോളജി അവർക്ക് കൊണ്ടുവരാൻ കഴിയുമോ ആ ടെക്നോളജി വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്, അതിൻ്റെ മറ്റൊരു വലിയ ഉദാഹരണമാണല്ലോ നമ്മളുടെ ഈ ഷോ. ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്നതൊക്കെ കണ്ടന്റ് കുട്ടികളുടെ പഠനത്തിന് ഒരു ഓഗ്മെൻറ്റ് റിയാലിറ്റി വെച്ചുകൊണ്ട് കുട്ടികളുടെ പുസ്തകങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ അത് പിന്നെ കുട്ടികൾ മറക്കാറേയില്ല. ഇതൊക്കെ അക്കാഡമിക് വിങ്ങോ അല്ലെങ്കിൽ ഫാക്കൽറ്റി കൗൺസിലോ ഉസ്താദിന് പറഞ്ഞു കൊടുക്കാറല്ല. ഉസ്താദ് 56ഓളം രാജ്യങ്ങൾ സന്ദർശിച്ച് അവിടെയുള്ള ഹാർവർഡ് യൂണിവേഴ്സിറ്റി, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി,
ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി തുടങ്ങിയ വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ വിസിറ്റ് ചെയ്ത് അവിടെയുള്ള പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ, അല്ലെങ്കിൽ അത് കൊണ്ടുവരണം എന്നുള്ള വലിയ വാശിയാണ് ഇതിൻ്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ചാലകശക്തി. നമ്മളുടെ വിശിഷ്ടാതിഥികൾ എത്തിക്കൊണ്ടിരിക്കുന്നു. Assalamu alaikum and very good morning. Most respected chair of this conference, Sayyid Ibrahimul Khalilul Bukhari, the founder and chairman of Mardin Academy. Today guest of honor is Excellency Adhame Ding, the UN Secretary General Special Advisor for the Prevention of Genocide. The Honorable Education Minister of Kerala, Professor Ravindranath. And our speakers of today, Mr. Yusuf Sumit Jaki, Professor George Joseph, Dr. Sijo Cherian, Sheikh Ismail Sadhu Jachaina, Sayyid Thangal, Dr. Abdul Rashid Saini Kakincha, Mr. K. M. Abubakar Siddiqui, Mr. Nabas Khan Bangalore, Dr. Ilyas Kuti, Haji Kareem Kaipadam, Ali Master Kalatot, and other delegates and extinguished guests, parents, teachers, staffs, and media colleagues, and securities and police personnel, ladies and gentlemen. On behalf of Mardin Academy, it is my proud privilege to extend most pleasant and warm welcome to you all to this awesome knowledge retreat, one of the important and very focused program organized as part of Vicennium celebrations. Mardin
established under the visionary leadership of Sayyid Ibrahim al-Khalil al-Bukhari and well-wishers of this organization. From humble beginning with 118 students in 1997, with high dreams and visions and expectation. Now, it has been grown into a mass movement of unique and smart learning with more than 22,000 students, 40 educational institutions spread over with specialization in humanities, commerce, science and technology, engineering, theology and comparative religious studies, linguistics and literature. 2,000 teaching and non-teaching members, 7 campuses and 10 more MOUs with international universities, Cambridge University, Griffith University, University of South Queensland, International Islamic University of Malaysia are few of them. Our alumni are engaged in various reputed public and private organizations in India and abroad, especially in Center of Excellence like All India Institute of Medical Science, Indian Institute of Technologies, NITs, Indian Institute of Science Education Research, and central and state universities for research and teaching and non-teaching assignment. Yes, education is the major playing field of Mahadin Academy. Mahadin Academy aims the apex at the forefront of learning, teaching, research and knowledge dissemination. As of now, we celebrate 20 years of knowledge richness and dissemination. Mahadin, as its name indicated, it's the source of knowledge, wisdom and values and charities. Always, Mahadin aims with its all knowledge project, the true spirit of knowledge, wisdom and values. Educational projects at Mahadin Academy really focusing on 4 A's: expansion, equity, excellence and employment. Our guiding light and chairman Sayyid Ibrahim al-Khalil al-Bukhari always urged and used to ask and inspire us to rethink, relearn and reread 5 dimensions of an individual through each educational project. That's growth of mind, growth of body, growth of soul, growth of heart and growth of brain. Well, in this information superhighway world, the technology is the keystone for the successful execution of any educational initiative to get its benefit out of any project. We, Mahadin Academy, explore the possibilities and potentials of modern technologies like robotics, artificial intelligence, cloud computing, augmented reality. Yes, augmented reality show is happening here, and virtual realities in our curriculum, content, format, delivery and dissemination with a strong, firm, value-based approach from PG to PG, means playgroups to post-graduation. Charity is the key word at Mahadin Academy. We believe a single penny from the society should go back to the society with its benefit. One of the major focus thrust area is uplifting mentally and physically challenged brothers and sisters and helping poor and needy colleagues to uplifting to the mainstream irrespective of caste and religion. Yes, always we closely observe and try to align our initiative to Mahadin Academy motto, education for excellence, with a great vision, preparing each student to succeed in life and learning in the global community. Today, we feel extremely honored by the presence of His Excellency Adhamid Ting, the UN Secretary General Special Advisor, as our guest of honor. It is a matter of great pleasure for all of us that he could find time to be with us in spite of his busy schedule. This shows his interest in Indian academics and knowledge pursuits. His presence here is an immense source of inspiration for us and a great moral booster to the entire Mahadin fraternity. I extend a very warm welcome to His Excellency Adhamid Ting on this occasion. I take this opportunity to extend a hearty and special welcome to Professor Ravindranath, Honorable Education Minister of Kerala, for his presence and his kind concerns to deliver an opening talk for this knowledge retreat. With great pleasure, I extend a joyful welcome to our all speakers, Mr. Yusuf Sumit Jha UK, Dr. Abdul Salam, CEO, Marcus Knowledge City, Mr. George Joseph, and Dr. Sijo Cheriyan,
and our all other distinguished guests, and also, one of the most important guests and from China, Sheikh Zain Sahiju, and all others, and distinguished delegates, and all, once again, warm welcome to you all this Knowledge Retreat Conference. I strongly believe this Knowledge Retreat will be a platform to discuss the true meaning of education and recent trends and explanations and explorations and possibilities. With these words, let me welcome you all once again. Thank you very much. Now I request Sayyid Ibrahim al-Khalil al-Bukhari to chair this conference and session. Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillah wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi al-faizina bidillallah amma ba'd. Most Honorable Minister of Education of Kerala, Devindranath Sir, UN Secretary General Special Advisor, His Excellency Adonde Yusuf Samit Taha UK, Abdul Salam, George Joseph, വേദിയിൽ ഉപവിഷ്ടരായ മറ്റ് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നിറസാന്നിധ്യങ്ങളായ മഹൽ വ്യക്തിത്വങ്ങൾ, നമ്മുടെ ഈ മഹത്തായ നോളജ് റിട്രീറ്റ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളം കണ്ട വിദ്യാഭ്യാസ മന്ത്രിമാരിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും വലിയ പരിവർത്തനങ്ങൾ പ്രാക്ടിക്കലായി കാണിച്ചു കൊടുത്ത, വിദ്യാഭ്യാസ മന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ തൻ്റെ മണ്ഡലത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ മുഖച്ഛായ നമ്മുടെ നാട്ടിലെ സാമ്പ്രദായിക ശൈലിക്ക് മാറ്റം വരുത്തി അത് ഇൻ്റർനാഷണൽ ലെവലിൽ എത്തിക്കുന്നതിന് അഹോരാത്രം ശ്രമിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിയാണ് എന്നത് സന്തോഷം രേഖപ്പെടുത്തുകയാണ്. സ്മാർട്ട് ക്ലാസ് റൂമുകളും ഹൈടെക് സംവിധാനങ്ങളൊക്കെയും കേരളത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത്, പ്രാക്ടിക്കലാക്കിയത്, കൂടുതൽ സജീവമാക്കിയത് പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥ് സാറാണെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ. കേരളം എല്ലാ ലോകത്ത് മൾട്ടി കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ആദ്യകാലങ്ങളിൽ മൾട്ടി കോർപ്പറേറ്റ് ഇൻ്റർവ്യൂ ബോർഡ് ശ്രദ്ധിച്ചിരുന്നത് IQ, EQ, ഇൻ്റലിജൻ്റ് കോഷൻ്റ്, ഇമോഷണൽ കോഷൻ്റ്, ബുദ്ധിശക്തിയും വൈകാരിക ശക്തിയുമായിരുന്നുവെങ്കിൽ ഇന്ന് അത് മാറി SQ, സ്പിരിച്വൽ കോഷൻ്റ്, ധാർമ്മിക കഴിവുകളാണ് നോക്കുന്നത് എന്ന് ഏറ്റവും ശ്രദ്ധേയമാണ്. ഞാൻ ഓർക്കുന്നത് KC വേണുഗോപാലപിള്ള പറഞ്ഞൊരു വാക്ക്, ഇന്നത്തെ സർവകലാശാലകൾ നല്ല നല്ല ആശയങ്ങൾ സുഖകരമായി കിടന്നു മരിക്കാനുള്ള ആശുപത്രികളാണ് എന്ന അദ്ദേഹത്തിൻ്റെ പരിഭവം ഒട്ടുമിക്ക സർവകലാശാലകൾക്കും
ശ്രദ്ധേയമല്ലേ? ഇവിടെയാണ് ഞാൻ ആലോചിക്കുന്നത്, പ്രവാചക തിരുമേനിയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് 1453 വർഷം മുമ്പ് ലോകത്ത്, വിശിഷ്യ അറേബ്യൻ മരുഭൂമിയിൽ, ഒരക്ഷരം എഴുതാനും വായിക്കാനും അറിയാത്തൊരു സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു ദൈവിക ഗ്രന്ഥം വായിക്കുക എന്ന ചാപ്റ്ററിൽ ആദ്യമായി വന്നത്. മാത്രമല്ല, കേവലം 23 വർഷങ്ങളെ കൊണ്ട് 1,24,000-ൽ പരം റോൾ മോഡലുകളെ സമൂഹത്തിന് സംഭാവന നൽകിയത്. ആ റോൾ മോഡലുകളെല്ലാം ആവട്ടെ രക്തത്തിലും മജ്ജയിലും മാംസത്തിലും മദ്യവും മയക്കുമരുന്നും ലയിച്ചു ചേർന്നിരുന്ന 60, 70, 80 കഴിഞ്ഞ കൊലയും കൊള്ളയും അശ്ലീലങ്ങളും അനാശാസ പ്രവർത്തനങ്ങളും ദിനചര്യയാക്കിയിരുന്ന ഒരു സമൂഹത്തെ ഇത്രയും പരിവർത്തനങ്ങൾക്ക് വിധേയമാക്കാൻ കഴിഞ്ഞെങ്കിൽ നമുക്കിന്ന് എത്ര റോൾ മോഡലുകൾ മാറ്റിയെടുക്കാൻ കഴിയുന്നു എന്നത് ചിന്തിക്കേണ്ടതാണ്. സ്മാർട്ട് ക്ലാസ് റൂമുകളാണ്, ഹൈടെക് സംവിധാനങ്ങളാണ്. പക്ഷേ വിരിയൻ സ്മാർട്ടിന് അർത്ഥം വെക്കാൻ ഉദ്ദേശിക്കുന്നത്, സ്മാർട്ടിൻ്റെ ആദ്യത്തെ അക്ഷരം എസ് സിൻസിയാരിറ്റി, എം മോറാലിറ്റി, എ അഫെക്ഷൻ, ആർ റെസ്പോൺസിബിലിറ്റി, ടി ട്രസ്റ്റ്. ഇങ്ങനെ ഒരു സിൻസിയാരിറ്റിയും മോറാലിറ്റിയും റെസ്പോൺസിബിലിറ്റിയും അഫെക്ഷൻ ട്രസ്റ്റുമുള്ള എത്ര ആളുകൾ ഇവിടെ നിന്ന് വളർന്നു വരുന്നു എന്നതാണ് ഇന്ന് ഈ മഹത്തായ സ്ഥാപനം ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് 1997 ജൂൺ 6 സ്ഥാപനം തുടങ്ങിയത്. വിനീതൻ കോഴിക്കോട് ജില്ലക്കാരനാണ്. 35 വർഷം മുമ്പ് മലപ്പുറത്ത് വന്ന സമയത്ത് 100% പരാജയമുള്ള 115 ഹൈസ്കൂളും 5% മാത്രം വിജയമുള്ള 125 ഹൈസ്കൂളും മലപ്പുറം ജില്ലയിൽ പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ വളരെ വേദിക്കുകയും അന്ന് തുടങ്ങിയ യത്നമാണിതെന്തുകൊണ്ട് മാറ്റിയെടുത്തുകൂടാ. ഈ ഇരിക്കുന്നവരിൽ ഒട്ടുമിക്ക പേരും MA-യും പോസ്റ്റ് ഗ്രാജുവേഷനും നെറ്റും JRF-ഉം കഴിഞ്ഞവരും PhD ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഒരേ സമയത്ത് ധാർമ്മിക ബോധമുള്ള, ഉത്തരവാദിത്വമുള്ള, ഡെഡിക്കേഷനുള്ള, സിൻസിയാരിറ്റിയുള്ള, സമൂഹത്തിന് സർവസ്വം സമർപ്പിക്കാൻ സന്നദ്ധരാകുന്ന എല്ലാ വിദ്യാഭ്യാസ മേഖലകളിലും ഉന്നതസ്ഥാനത്തെത്തുന്ന ഒരു സമൂഹത്തെ സംഭാവന ചെയ്യുക. സ്ത്രീകൾക്ക് വേണ്ടി മാത്രം 6 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ക്യൂലാൻഡ്, ഷീ ക്യാമ്പസ്, ദാറുൽ സഹ്റ, ജി ലൈറ്റ്, ഹോം സയൻസ് തുടങ്ങി ഞങ്ങളുടെ പോളിടെക്നിക്, ITI, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, സെക്കൻഡറി, ഹയർ സെക്കൻഡറി, അങ്ങനെ ഞങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 160 ഏക്കറുകളിലായി, 7 പ്രധാന ക്യാമ്പസുകളിലായി, 25,000 വിദ്യാർത്ഥികൾ 20 വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് ലഭിച്ച പിന്തുണകൾ കൊണ്ട് മാത്രമാണ് 160 ഏക്കർ 1 രൂപ പോലും വിദേശ പ്രതിനിധികളുടേതോ ഇല്ല ഈ ഭൂമികളിലൊന്നും എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഞാൻ കൂടുതൽ എൻ്റെ സംസാരം ഇപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാന്യനായ മിനിസ്റ്റർ അവളെ ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിച്ചുകൊണ്ട് ക്ഷണിക്കലോടുകൂടെ തന്നെ ഇന്ന് നമുക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് ഐക്യരാഷ്ട്ര സഭയുടെ സെക്രട്ടറി ജനറലിൻ്റെ സ്പെഷ്യൽ അഡ്വൈസറായ ആദം നമ്മുടെ കൂടെ ഉണ്ട്.
അദ്ദേഹത്തിൻ്റെ കീനോട്ട് നൽകുന്നതാണ്. കുട്ടികൾക്ക് മാതൃകയാണ് നമ്മുടെ മലയാളിയായ കോട്ടയത്തുകാരനായ ഷിജു 28കാരനാണ്. ഷിജു ഈ അവിവാഹിതനാണ്. പക്ഷേ ഷിജു 10 വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ ലെവൽ ക്രോസുകളിൽ റെയിൽവേ ലെവൽ ക്രോസിലെ ഗേറ്റ് ഇല്ലാത്ത ഇടങ്ങളിൽ അതിന് നൂതന സംവിധാനം കണ്ടെത്തി അത് റെയിൽവേ അംഗീകരിച്ച അതുപോലുള്ള വളരെ ശ്രദ്ധേയമായ കണ്ടുപിടുത്തങ്ങൾ 10 നടത്തിയ ഷിജു. ഇതുപോലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഇവിടെ പ്രൊമോട്ട് ചെയ്യേണ്ടത്. അതിനാണ് ഞങ്ങൾ ഇന്ന് ഷിജുവിന് അവാർഡ് കൊടുക്കുന്നത്. കുട്ടികൾ മാതൃകയാക്കേണ്ടത് എന്ന് മാത്രം ഉണർത്തി ആദരണീയായ വിദ്യാഭ്യാസ മന്ത്രിയെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ഉപസംഹരിക്കുന്നു. Now I request Honorable Education Minister of Kerala, Professor C. Ravindranath, for the officiations of this knowledge retreat. Sir, please. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി, ഹിസ് എക്സലൻസി അദാമ ഡീൻ, വേദിയിലെ മറ്റ് ബഹുമാനപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, വളരെ സുപ്രധാനമായ ഒരു ആശയം ആണ് ഇന്ന് ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ഭാവിയുടെ വിദ്യാഭ്യാസം, വിദ്യാഭ്യാസത്തിൻ്റെ ഭാവി, വളരെ അർത്ഥവത്തായ ഒരു ക്യാപ്ഷൻ ആണ്. നിരവധി തലങ്ങളിലൂടെ ഈ ആശയം വിശകലനം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഒരു ചെറിയ ആശയം മാത്രം പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ നിർവചനം അക്ഷരാർത്ഥത്തിൽ സാർത്ഥകമാക്കുക എന്നുള്ളതാണ് നാളെയുടെ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമാകേണ്ടത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നതിൻ്റെ രത്നച്ചുരുക്കം. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇപ്പോഴും വിദ്യാഭ്യാസത്തിൻ്റെ മൗലികമായിട്ടുള്ള ആ നിർവചനം സാർത്ഥകമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത്. അതുകൊണ്ട് തന്നെ നാളെയെങ്കിലും ആ നിർവചനം സാർത്ഥകമാക്കാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. ആ നിർവചനം ഇതാണ്: മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം. പലർക്കും വിദ്യാഭ്യാസം എന്നത് എന്താണ് എന്ന് പോലും അറിയാത്ത, ഡിഗ്രി എടുക്കലാണ്, പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കലാണ്, ഡോക്ടർ ആകലാണ്, എഞ്ചിനീയർ ആവലാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതൊക്കെ ആയിക്കോട്ടെ. പക്ഷേ അതിനേക്കാളെല്ലാം ഉപരിയായി വിദ്യാഭ്യാസത്തിന് ഒരു ലക്ഷ്യമുണ്ട്. അതാണ് ഈ നിർവചനത്തിൽ നാം കണ്ടത്. അത് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുക എന്നുള്ളതാണ്. മൈക്കലാഞ്ചലോട് ഒരു ചോദ്യം ചോദിച്ചു. ഇതുപോലെ ഒരു വലിയ യോഗത്തിൽ ഒരാൾ, ഇങ്ങനെയിരിക്കുന്ന വലിയ ഒരു യോഗത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു മരം മുറിച്ച് അതിൻ്റെ അടിഭാഗം, ക്രൂഡായിട്ടുള്ള ഒരു മരം ഈ സൈഡിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ ചോദിച്ചു, ഈ മരക്കട്ടയിൽ നിന്നും ഈ മരത്തിൻ്റെ ഈ ക്രൂഡായിട്ടുള്ള ഈ ഭാഗത്തു നിന്നും ഒരു ആനയെ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് ചോദിച്ചു. അതിന് മൈക്കലാഞ്ചലോ പറഞ്ഞ ഉത്തരം ഇറ്റ്സ് വെരി സിമ്പിൾ, വളരെ ലളിതമാണ്. ആനയല്ലാത്ത ഭാഗത്തെയൊക്കെ അതിൽ നിന്ന് ചെത്തിക്കളഞ്ഞാൽ മതി, നിങ്ങൾക്ക് ആനയെ കിട്ടും എന്നുള്ളതാണ്. വളരെ മനോഹരമായ ഉത്തരം. ഇതാണ് വിദ്യാഭ്യാസം.
മാനവികമല്ലാത്ത മാനുഷികമല്ലാത്ത ഭാവങ്ങളെ മനുഷ്യനിൽ നിന്നും ചെത്തി 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 കളയുന്നതാണ് വിദ്യാഭ്യാസം. അതിൻ്റെ ഫലമാണ് യഥാർത്ഥ മനുഷ്യൻ്റെ ഉൽപ്പാദനം. വിദ്യാഭ്യാസം എന്താണ് എന്ന ചോദ്യത്തിന് വരെ നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് നാളത്തെ വിദ്യാഭ്യാസത്തിൽ നമ്മുടെ ലക്ഷ്യം, നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ കടമ അല്ലെങ്കിൽ ലക്ഷ്യം യഥാർത്ഥ മനുഷ്യനെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഈ സമൂഹത്തിൽ കാണുന്ന പ്രശ്നങ്ങൾക്കെല്ലാം അതോടുകൂടി പരിഹാരമുണ്ടാകും എന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ലക്ഷ്യം നേടത്തക്ക രീതിയിൽ വിദ്യാഭ്യാസത്തെ നാം ചിട്ടപ്പെടുത്തണം, മാറ്റിയെടുക്കണം എന്നാണ് കരുതുന്നത്. ശരി, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ ലക്ഷ്യം നേടാൻ നമുക്ക് കഴിയാതെ വന്നത്? പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ നിർവചനമൊക്കെ പണ്ടും അറിയാം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ നിർവചനമൊക്കെ സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് നമുക്കത് കഴിയുന്നില്ല? അവിടെയാണ് വിദ്യാഭ്യാസത്തെ ഓരോ സമൂഹവും എങ്ങനെ കാണുന്നു എന്നുള്ള ചരിത്രം പരിശോധിക്കേണ്ടത്. അതൊരു വലിയ പരിശോധനയാണ്, ലോകം മുഴുവൻ പരിശോധിക്കേണ്ടതാണ്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണ് എങ്കിൽ വളരെ വളരെ വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്നറിയാം എങ്കിലും ബഹുഭൂരിപക്ഷം പേർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുകയായിരുന്നു. അപ്പോൾ സമൂഹത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ അർത്ഥത്തിലുള്ള മാറ്റത്തിന് വഴിയൊരുക്കുവാൻ വിദ്യാഭ്യാസത്തിന് കഴിഞ്ഞിരുന്നില്ല എന്നതാണ് വസ്തുത. കേരളത്തിന് പുറത്ത് മറ്റ് രാജ്യങ്ങളിൽ ലോകത്ത് വിദ്യാഭ്യാസത്തെ നോക്കിക്കഴിഞ്ഞാൽ അടിമ കാലഘട്ടത്തിൽ ബഹുഭൂരിപക്ഷം പേരും അടിമകളായിരുന്ന ഒരവസ്ഥ, അവർക്ക് വിദ്യ നിഷേധിക്കപ്പെട്ടിരുന്നൊരവസ്ഥ, അങ്ങനെ സമൂഹത്തിൽ മൊത്തം ജനങ്ങളും മനുഷ്യരായിട്ട് മാറാൻ പറ്റാത്ത ഒരവസ്ഥ. വിദ്യാഭ്യാസ നിർവചനം അന്നും അറിയാമെങ്കിലും അന്നത്തെ ഓരോ കാലത്തെയും വ്യവസ്ഥിതി അത് സമൂഹത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ രത്നം ചുരുക്കം. ആരെയാണ് പഠിപ്പിക്കേണ്ടത്, ആർക്കാണ് വിദ്യാഭ്യാസം നൽകേണ്ടതിന് സമഗ്രമായ ധാരണ ഇല്ലാത്തത് കൊണ്ട് ചിലർക്ക് വിദ്യാഭ്യാസം നൽകി അവരെ ഉയരങ്ങളിലെത്തിച്ച് സമൂഹത്തിൽ വലിയ അസമത്വമുണ്ടാക്കി മാനവികത വളർത്തുന്നതിന് ഒരവസ്ഥ ഇല്ലാതെ പോയി എന്നുള്ളതാണ് ചരിത്രം. അതിനൊരുപാട് ഉദാഹരണങ്ങളുണ്ട്, അതൊന്നും ഞാൻ സൂചിപ്പിക്കുന്നില്ല. പക്ഷേ പിന്നീട് ഇങ്ങനെയല്ല വിദ്യാഭ്യാസം വേണ്ടത് എന്ന ധാരണ ഉണ്ടാവുകയും ആ ധാരണ സമൂഹത്തിലേക്ക് പകരുകയും ചെയ്തു. അതിലൂടെ മനസ്സിൽ ചില മാറ്റങ്ങളുണ്ടായി. വിദ്യാഭ്യാസം ആർക്കും നിഷേധിക്കപ്പെടേണ്ടതല്ല, സമൂഹത്തിലെല്ലാവർക്കും അത് എത്തേണ്ടതാണ്, എല്ലാവരുടെയും മാറ്റം നേരത്തെ പറഞ്ഞ പോലെയുള്ള ഉണ്ടാകേണ്ടതാണ് എന്ന ചിന്ത ഉണർന്നു വന്നു. ആ മാറ്റത്തെയാണ് നമ്മൾ നവോത്ഥാനം എന്ന് പറയുന്നത്. അധമമായ ഒന്നിൽ നിന്നും ഉത്തമമായ ഒന്നിലേക്കുള്ള മാറ്റമാണ് നവോത്ഥാനം. യൂറോപ്യൻ നവോത്ഥാനമുണ്ട്, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും നവോത്ഥാനം നമ്മുടെ രാജ്യത്തുണ്ട്, കേരളത്തിലുണ്ട്, ദക്ഷിണേന്ത്യയിലുണ്ട്. ഇതെല്ലാം അടിസ്ഥാനപരമായി വിദ്യാഭ്യാസം ആർക്കും നിഷേധിക്കപ്പെടരുത്, വിദ്യാഭ്യാസ സമൂഹത്തിൽ എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാവരും മനുഷ്യരായി മാറേണ്ടതാണ് എന്ന ചിന്ത ഉണ്ടായതാണ്. അതിന് ഓരോ കമ്മ്യൂണിറ്റിയും എടുത്ത നിലപാടുകൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തെ സംബന്ധിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി നവോത്ഥാനത്തിൽ നൽകിയ സംഭാവന നിസ്തുലമാണ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു സംശയവും ആർക്കുമില്ല. ക്രിസ്ത്യൻ മിഷണറിമാർ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നവോത്ഥാനത്തിൽ നൽകിയ സംഭാവനകൾ അതുപോലെ തന്നെ ശ്രദ്ധേയമാണ്. നാരായണൂരും അയ്യങ്കാളിയും വക്കം മൗലയും ചാവറയച്ചനും വക്കം മൗലവിയൊക്കെ നൽകിയ സംഭാവനകൾ ചരിത്രം ഒരുപാട് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് പഠിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ ചുരുക്കി പറഞ്ഞു എന്നുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ എത്തിയതാണ്. അതിനുശേഷം കേരളമായിട്ട് മാറിയപ്പോൾ കേരളത്തിൽ നാം ഈ ആശയം പ്രാവർത്തികമാക്കാൻ കൊണ്ടുവന്നതാണ് പൊതുവിദ്യാഭ്യാസം. എല്ലാവർക്കും വിദ്യാഭ്യാസം, സാർവത്രികം സൗജന്യവുമായ വിദ്യാഭ്യാസം, ഏത് പാവപ്പെട്ടവനും വിദ്യ അഭ്യസിക്കാവുന്ന അവസ്ഥ ഭരണകൂടം നൽകുകയാണ്. അതാണ് പൊതുവിദ്യാഭ്യാസം. അതേസമയം ലോകത്ത് പാരലായി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ
വിദ്യാഭ്യാസം ഇങ്ങനെയല്ല പോയത് എന്ന് മനസ്സിലാകും. വിദ്യാഭ്യാസത്തെ നയിച്ചത് പലപ്പോഴും കോർപ്പറേറ്റുകളാണ്. വിദ്യാഭ്യാസത്തെ നയിച്ചത് പല മൂലധനമാണ്. മൂലധനവും കോർപ്പറേറ്റുകളും വിദ്യാഭ്യാസത്തെ നയിക്കുമ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ നയിച്ചതുപോലെ ചില പരിമിതികളുണ്ട്. അവരുടെ താല്പര്യത്തിനനുസരിച്ച് ജനതയെ വാർത്തെടുക്കാനാണ് അവർ ശ്രമിച്ചത്, യഥാർത്ഥ മനുഷ്യനെ വാർത്തെടുക്കാനല്ല. ഇത് ലോകത്തിനെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ നോം ചോംസ്കി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറ്റുമെങ്കിൽ ആ പുസ്തകം ഒന്ന് വായിക്കണമേ എന്ന് വിനീതമായൊരു അഭ്യർത്ഥനയുണ്ട്. മാനുഫാക്ചറിങ് കൺസെൻറ്റ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. വിദ്യാഭ്യാസത്തെക്കുറിച്ച് നാം നല്ലത് ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ പുസ്തകം ഒന്ന് വായിക്കണം. മാനുഫാക്ചറിങ് കൺസെൻറ്റ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. നമ്മുടെ മനസ്സിൽ സമ്മതം നിർമ്മിക്കുകയാണ് എന്ന് ചോംസ്കി പറയുകയാണ്. നമ്മുടെ മനസ്സിൽ സമ്മതം നിർമ്മിച്ചുകൊണ്ട് മൂലധനത്തിനും കോർപ്പറേറ്റുകൾക്കും വേണ്ടി നമ്മളെ ഒരുക്കുന്ന ഒരു പ്രക്രിയയാണ് പൊതുവിൽ ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിരുന്നു. വിദ്യ അഭ്യസിക്കുക എന്ന് പറയുന്നത് കേവലമായി ഏതെങ്കിലും ഒരു തലത്തിൽ ആ മനുഷ്യൻ്റെ വളർച്ചയെ നിർത്തൽ ആണ് എന്ന് നമ്മൾ കരുതുന്നില്ല. മറിച്ച് ഓരോ വിദ്യാർത്ഥിയുടെയും ഓരോ കുട്ടിയുടെയും സർഗശേഷി ചക്രവാളത്തോളം ഉയരത്തക്ക രീതിയിൽ, പരിമിതിയില്ലാത്ത ഉയരത്തക്ക രീതിയിൽ, അനന്തമായി ഉയരത്തക്ക രീതിയിൽ നൽകുന്ന എന്താണോ അതിനെയാണ് നാം വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഒരു കുട്ടിയുടെ പോലും സർഗശേഷിയുടെ വളർച്ചയ്ക്ക് തടസ്സമുണ്ടാകരുത്. പാഠ്യപദ്ധതി വളരെ പ്രധാനപ്പെട്ടതാണ്, സമീപനം വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ കോർപ്പറേറ്റ് അതുപോലെ തന്നെ മൂലധനത്തിൻ്റെയൊക്കെ മൂലവിദ്യാഭ്യാസ സമീപനങ്ങൾ പലപ്പോഴും കേരളത്തിൽ നമ്മൾ ഉയർത്തിയുണ്ടാക്കിയ നവോത്ഥാന വിദ്യാഭ്യാസ സങ്കല്പത്തോട് ചേർന്നതല്ല. അതുകൊണ്ട് തന്നെ പല പരിമിതികളും ലോകത്ത് വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പോലും കൊച്ചു കേരളം, നമ്മുടെ മലയാളം വിദ്യാഭ്യാസ രംഗത്ത് ലോകത്തിന് മാതൃകയായി. അങ്ങനെ ലോകത്തിന് മാതൃകയാകാനുള്ള കാരണം കേരളത്തിൻ്റെ വിദ്യാഭ്യാസം പൊതുരംഗത്തായി എന്നുള്ളതാണ്. അതിൻ്റെ മറ്റൊരർത്ഥം, കുറേ കൂടി ആഴത്തിലുള്ള അർത്ഥം, കേരളത്തിൽ വിദ്യാഭ്യാസത്തെ നയിക്കുന്നത് കേരളത്തിൻ്റെ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യരാണ് എന്നുള്ളതാണ്. ഈ ആവാസ വ്യവസ്ഥയാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തെ നയിക്കുന്നത്. അതുകൊണ്ട് ഈ ആവാസ വ്യവസ്ഥയിൽ ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച്, ഈ ആവാസ വ്യവസ്ഥയുടെ താല്പര്യത്തിനനുസരിച്ചാണ് ഇവിടെ പുതിയ തലമുറ വളർന്നു വരിക. ആരാണ് വിദ്യാഭ്യാസം നയിക്കുന്നത് അതനുസരിച്ചായിരിക്കും തലമുറകളുടെ താല്പര്യങ്ങൾ, തലമുറയുടെ സങ്കല്പങ്ങൾ. കേരളത്തിൽ ഇതുവരെയുണ്ടായിരുന്ന പൊതുവിദ്യാഭ്യാസ വളർച്ച അനന്യമാണ് എന്ന് ലോകത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമർത്യാസൻ നിരവധി പുസ്തകങ്ങൾ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അമർത്യാസൻ കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് എഴുതിയ പുസ്തകങ്ങൾ വായിച്ചു നോക്കണം. അതെല്ലാം ഇങ്ങനെ പറയുന്നു: കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസം, അതായത് ജനകീയ വിദ്യാഭ്യാസം, അതായത് വിദ്യാഭ്യാസം നയിക്കുന്ന ജനങ്ങളാണ് എന്നുള്ള അവസ്ഥ ലോകത്തിനൊരു മാതൃക സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്നിട്ട് പോലും ഇനിയും കേരളത്തിൽ അത് കൂടുതൽ ജനകീയമാകേണ്ടതുണ്ട്. അത് ജനങ്ങളുടേതാകേണ്ടതുണ്ട്. ജനങ്ങളുടെ സങ്കല്പങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ജനാധിപത്യപരമായ എല്ലാ ആശയങ്ങളെയും ഉൾക്കൊള്ളേണ്ടതുണ്ട്. അത് കൂടുതൽ ജനാധിപത്യപരമാകേണ്ടതുണ്ട്, കൂടുതൽ സമ്പന്നമാകേണ്ടതുണ്ട്. എങ്കിലേ നാളത്തെ വിദ്യാഭ്യാസം കേരളത്തിന് നമുക്ക് സ്വായത്തമാക്കാൻ കഴിയൂ. നാളത്തെ വിദ്യാഭ്യാസവും ലോകത്തിന് മാതൃകയാവണം. ഇതുവരെയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ സാർവത്രികവും സൗജന്യവും എന്ന അവസ്ഥയിലൂടെ ലോകത്തിന് മാതൃകയായെങ്കിൽ കണ്ടൻറ്റിലൂടെയും ക്വാളിറ്റിയിലൂടെയും നമ്മൾ ലോകത്തിന് നാളെ മാതൃകയായിട്ട് മാറണം. അങ്ങനെ മാറണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴി കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തെ ജനാധിപത്യവൽക്കരിക്കുക എന്നുള്ളതാണ്, ജനകീയമാക്കുക എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ ആ വിദ്യാഭ്യാസ സങ്കല്പങ്ങളിൽ ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പങ്കാളിത്തമുണ്ടാവും. ജനങ്ങളുടേതാകും വിദ്യാഭ്യാസത്തിൻ്റെ ഉൽപ്പാദനം. അതുപോലെ തന്നെ ഈ ആവാസ വ്യവസ്ഥയുടേതുമാകും. പ്രളയം നമ്മൾക്കൊരുപാട് ദുരിതങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട്. പക്ഷേ രണ്ട് കാര്യങ്ങൾ പ്രളയം നമുക്ക് മാതൃകയായി ആശയ സംഭാവന നൽകിയിട്ടുണ്ട്. അതിലൊന്ന് ഒരു നവമാനവികതയാണ്. ആ നവമാനവികത നാം വിദ്യാഭ്യാസത്തിലൂടെ വികസിപ്പിച്ചെടുക്കാൻ ശ്രമിക്കണം. മറ്റൊന്ന് പാരിസ്ഥിതിക ബോധം ആണ്. അതും വിദ്യാഭ്യാസത്തിലൂടെ വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അതുകൊണ്ട്
പരിസ്ഥിതിയുടേതായ എല്ലാ സങ്കല്പങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഈ ആവാസ വ്യവസ്ഥ എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു വിദ്യാഭ്യാസ പ്രക്രിയ, ജനങ്ങളുടെ മുഴുവൻ ജനാധിപത്യ അവകാശങ്ങളും എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു വിദ്യാഭ്യാസ പ്രക്രിയ, ഇത് വളർത്തിയെടുത്താലേ കേരളത്തിൻ്റെ നാളത്തെ വിദ്യാഭ്യാസമാകൂ എന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നു. അത് വിശ്വസിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആരംഭിച്ചിട്ടുള്ളത്. ഇവിടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകത ലോകം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രളയാനന്തരം നിരവധി വിദേശ രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാർ അവരുടെ പ്രതിനിധികളെ നമ്മുടെ തിരുവനന്തപുരത്ത് എൻ്റെ ഓഫീസിലടക്കം അയച്ചിരുന്നു. അവരോടെല്ലാം ഇത് സംസാരിക്കുമ്പോൾ അത്ഭുതപ്പെടുകയാണ്, കേരളത്തിൻ്റെ വിദ്യാഭ്യാസം എങ്ങോട്ട് പോകുന്നു എന്ന്. അത് എത്ര കണ്ട് ജനകീയമാകുന്നുവോ അത്ര കണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞ നിർവചനം സാർത്ഥകമാകാനുള്ള സാഹചര്യം ഉണ്ടാവുകയാണ്. എത്ര കണ്ട് അത് ജനകീയമല്ലാതാകുന്നുവോ അത്ര കണ്ട് ആ നിർവചനത്തിലേക്ക് എത്താതെ പോകുകയും ചെയ്യും. ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന, പരിസ്ഥിതിയുടെ താല്പര്യം സംരക്ഷിക്കുന്ന, ആവാസ വ്യവസ്ഥയുടെ താല്പര്യം സംരക്ഷിക്കുന്ന മനോഹരമായൊരു വിദ്യാഭ്യാസ രീതി കേരളത്തിൽ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് നേരത്തെ അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഹൈടെക് വിദ്യാഭ്യാസവും ഏറ്റവും ആധുനികമായ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും നല്ല പാഠ്യപദ്ധതിയും രൂപീകരിക്കാൻ നമ്മൾ തയ്യാറാകുന്നത്. ഇത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസമാണ്. കേരളത്തിൽ വിദ്യ അഭ്യസിക്കുന്ന എല്ലാവരുടെയും വിദ്യാഭ്യാസമാണ്. അത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു വിഷയമേ അല്ല. സംസ്ഥാന സർക്കാർ നിയമസഭയിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഇക്കാര്യങ്ങളിൽ എല്ലാ വിദ്യാലയങ്ങളോടും സർക്കാരിന് തുറന്ന സമീപനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ എവിടെ പഠിക്കുന്ന ഓരോ കുട്ടിയുടെയും മനസ്സ് നല്ല മനുഷ്യനാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഠിക്കുന്നത് എന്നതാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഈ ഒരൊറ്റ ആശയം സാർത്ഥകമായാൽ നമ്മൾ ഇന്ന് കാണുന്ന ഒരു പ്രശ്നങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുകയില്ല. ലോകത്ത് കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദി ഒരു പക്ഷേ വിദ്യാഭ്യാസത്തിൻ്റെ ചില പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ ആണ് എന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഒരു പ്രദേശത്തെ ജനതയുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണമെങ്കിൽ വിദ്യാഭ്യാസം അതിനനുസരിച്ച് ആകണമെങ്കിൽ ആ വിദ്യാഭ്യാസം ഏറ്റവും ജനകീയമാകണം. ജനകീയമാകുമ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ നയരൂപീകരണത്തിലും നിർവഹണ പ്രക്രിയയിലും ജനങ്ങൾക്കെല്ലാം പങ്കാളികളാവാൻ പറ്റും. അങ്ങനെയാണോ കേരളത്തിൽ പണ്ടുണ്ടായിരുന്നത്? അല്ല. ലോകത്തെ ഏത് ജനതയ്ക്കാ അങ്ങനെ എല്ലാവർക്കും വിദ്യാഭ്യാസ നയരൂപീകരണത്തിലും നിർവഹണത്തിലും പങ്കാളിക്കാൻ അവസരം ഉണ്ടായിട്ടത്? ഇല്ല. അതുകൊണ്ട് കേരളത്തിലെ ഭാവി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജനകീയ വിദ്യാഭ്യാസമാകണം, ജനകീയ പാഠ്യപദ്ധതിയാകണം. അതിനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കേരളത്തിൻ്റെ വിദ്യാലയങ്ങളിലുള്ള വിദ്യാർത്ഥികളുടെ മനസ്സ് മുഴുവൻ വിദ്യാഭ്യാസം എന്നത് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന പ്രക്രിയയാണെന്ന് ആശയം ഉണ്ടാക്കുന്നതാക്കി മാറ്റാനാണ് നാം ശ്രമിക്കേണ്ടത്. ഇതാണ് നാളെയുടെ വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസം നേടിയെടുക്കണമെങ്കിൽ ഇതുപോലെ ഈ സമൂഹത്തിലെ മുഴുവൻ പേരും പരസ്പരം സംവദിച്ച് ചർച്ച ചെയ്ത് ആശയം ഉൽപ്പാദിപ്പിച്ച് പൊതു ആശയ മണ്ഡലമാക്കി അത് മാറ്റണം. ഇതുവരെ നിങ്ങളുടെ എല്ലാം സംഭാവന, ഈ കമ്മ്യൂണിറ്റിയുടെ സംഭാവന, നവോത്ഥാനത്തിലുള്ള കമ്മ്യൂണിറ്റിയുടെ സംഭാവന അതെല്ലാം നിസ്തുലമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഈ ഘട്ടത്തിലും നിരവധി വെല്ലുവിളികൾ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ, സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിൽ നിരവധി വെല്ലുവിളികൾ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം പ്രതിരോധം തീർക്കുവാൻ ഒറ്റക്കെട്ടായി ഒരു വ്യത്യാസവുമില്ലാതെ ജനങ്ങൾ മുഴുവൻ അണിനിരന്ന ഒരു വിദ്യാഭ്യാസ പ്രക്രിയ രൂപീകരിച്ചാൽ മതി. പുതിയൊരു തലമുറ മനുഷ്യൻ്റെ എല്ലാ വികാരങ്ങളും ഉൾക്കൊള്ളുന്ന, പ്രകൃതിയുടെ എല്ലാ സ്പന്ദനങ്ങളും ഉൾക്കൊള്ളുന്ന ഒന്നായിട്ട് മാറും. അത്തരത്തിലുള്ള മനോഹരമായൊരു ജനത ഭാവനയിൽ കണ്ടുകൊണ്ട് അത് സാർത്ഥകമാക്കുവാനുള്ള ജനകീയ വിദ്യാഭ്യാസവും ജനകീയ പാഠ്യപദ്ധതിയും രൂപീകരിക്കുന്നതിൽ എല്ലാവരും പൂർണ്ണമായിട്ടും പങ്കാളികളാകണം. അങ്ങനെ പങ്കാളികളാകുവാനുള്ള ആശയസ്ഥാപനമായിട്ടാണ് ഈ വലിയ ഞാൻ കാണുന്നത്. ഈ സ്നാനത്തിൽ പങ്കുവാനുള്ള അവസരമുള്ള സന്തോഷം ഏർപ്പെടുത്തിക്കൊണ്ട് എൻ്റെ സംഘാടകർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. Thank you very much
for these wonderful officiations and opening remark. മനുഷ്യനാക്കുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം. ഒരു കുട്ടിയുടെ സർഗശേഷി നാം കണ്ടെത്താതെ അത് വളർത്തിക്കൊണ്ടുവരാതെ പോകരുത്. കുട്ടികളുടെ ഒളിഞ്ഞുകിടക്കുന്ന സർഗശേഷികൾ നാം മനസ്സിലാക്കി അത് വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. ലോക രാജ്യങ്ങൾക്ക് റോൾ മോഡലാവേണ്ട മാതൃകയാവേണ്ട രൂപത്തിൽ കേരള വിദ്യാഭ്യാസം കേരളത്തിൻ്റെ പ്രകൃതിയെ മനസ്സിലാക്കി ആവാസ വ്യവസ്ഥയെ മനസ്സിലാക്കി അത് ജനകീയമാക്കി മുന്നോട്ട് കൊണ്ടുവന്നാൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്ന ഒരു വലിയ ചിന്തയായിട്ടാണ് പ്രൊഫസർ രവീന്ദ്രനാഥ് സാർ ഈ കോൺഫറൻസ് നോളജ് റിട്രീറ്റ് ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. Now I request our Minister Professor C. Ravindranath to present Vicennium Erudite Award to His Excellency Adhame Deng. I invite Adhame Deng and Professor Ravindranath, both of them here too. Please. And all other distinguished guests, please join us. Allahu Akbar, Allahu Akbar, walillahil hamd. Now I request Minister again, logo release of Island, new modern residential campus. Minister, please. This is one of our residential campus and it starts and commences the 6th standard students and to get it made for the improvement of their education. Thank you, sir. Thank you very much. സമസ്ത കർണാടക ജമിയത്തുൽ ഉലമായുടെ സർവാദരണീയരായ പ്രസിഡന്റ് ബേക്കൽ ഉസ്താദ്, സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ സർവാദരണീയ ഉപാധ്യക്ഷ സിറാജുൽ ഉലമ ഹൈദറുസ് ഉസ്താദ്, ICF നാഷണൽ കമ്മിറ്റി അബുദാബി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് മുസ്തഫ ദാരിമി, അതുപോലെ തന്നെ ധാരാളം മഹൽ വ്യക്തിത്വങ്ങളുണ്ട്. എല്ലാവർക്കും പ്രാർത്ഥന എല്ലാ മേഖലയിലും ഉന്നതങ്ങളിലേക്ക് ഉയർന്നു വന്ന് സമൂഹത്തിനും സമുദായത്തിനും നല്ല ചെയ്യാൻ വിധി കൂട്ടണേ അല്ലാഹ്. Now, this is the time of the keynote address by our guest of on today, His Excellency Adhame Deng. Was appointed as under Secretary General and Special Advisor of the Secretary General on the Prevention of Genocide on 1st September 2012. Prior to his appointment, he had served since 2001 as Assistant Secretary General and Registrar of International Criminal Tribunal for Rwanda. Before joining United Nations, Mr. Deng was the Secretary General of the Geneva-based International Commission of Juries for 10 years. During his tenure, Mr. Deng was appointed as United Nations Independent Expert for Haiti and was also appointed as Envoy of United Nations Secretary General to Malawi in 1993. He was the driving force behind the establishment of African Court on Human and People Rights, as well as the draft African Convention on Preventing and Combating Corruption. Mr. Deng is a former board member of various institutions, including International Institute for Democracy and Electoral Assistance, the International Institute of Humanitarian Law, the International Human Rights Institute, and the Africa Leadership Forum.
Mr. Ding is a member of editorial board of International Review of Red Cross. In recognition of his contribution to strengthening the rule of law and the fight against impunity, he was appointed an honorary chairman of the Washington-based World Justice Project. With all happiness and welcomes notes, I humbly request Dr. Excellency Adhame Ding for his keynote address. Please. Very much. His Eminence Said Ibrahim al-Bukhari, founder and chairman of the Madina Academy, Honorable Professor Siravindran, Minister of Education, Excellencies, brothers and sisters in humanity. Before I deliver my keynote address, allow me to express my profound gratitude and appreciation to this institution through its leadership, especially the founder and chairman of the Madina Academy, my dear brother Said Ibrahim al-Bukhari. I would also like to thank the members of the Council for their decision to confer on me the Vicennium Erudite Award, a distinction which is being given for the first time on the occasion of the 20th anniversary of the Madina Academy. A decision made without expectation or requirement of me to sit for interview or present a written proof of my competence. It is a very special honor which I accept with deepest humility and pleasure. But I'm also aware that while such an award brings honor, it also bestows enormous responsibilities. I can assure you that it is a responsibility I'm prepared to fulfill as a faithful member of your community. I do know that this award is no personal achievement you are recognizing, but the achievement and sacrifice of all those around the world who, despite adversity and challenging circumstances, have remained faithful to the ideals of human rights, justice, equality, and dignity of all humankind. Those who continue to advocate, despite threats to their lives, often paying the ultimate price for a fairer and just world where humanity can peacefully coexist and diversity and differences are celebrated as a source of unity and strength. It is therefore a call and privilege I accept with grace. I can confidently assure you that for the rest of my life, I will always treasure the memory of being associated with this great institution, the Madina Academy, and its community of scholars, and especially all those academic luminaries who have had a rare privilege of calling the Madina Academy their intellectual home, whether as students, scholars, researchers, or teachers. Your Excellency, brothers and sisters in humanity, I should say that today is an important day because I believe that there is no better place to discuss issues relating to education for future and the future of education than Madina Academy, a famous university with an illustrious history where both finest students and academics continue to engage in cutting-edge research and scholarship. To share my thought and engage with you on this topic is therefore a privileged task I accept with humility. Chairman of the Madina Academy, Honorable Minister of Education,
Violence and conflicts, whether in the name of politics, religion, natural resources, or sheer power, is one of the most profound and enduring global challenges we face today. We therefore need to continue working together to put strategies in place to confront this terrible phenomenon. In particular, we should support and encourage young people to see and strive for a world of fairness, justice, and empowerment. There is no better place to advance these ideals and values than within the halls of education institutions like the Madin Academy. As the United Nations official in charge of the prevention of genocide, you will understand that I focus my remarks on the importance of education in prevention. 70 years ago, world leaders were unanimous in saying never again to the horrible crimes committed during the Second World War, and adopted the Convention on the Prevention and Punishment of the Crime of Genocide. This was a time for hope. Hope that future generations would be spared from falling victims to what has been labeled as the crime of crimes, genocide. A crime that did not start with the Genocide Convention, but to which the Convention finally put a name and established a legal obligation to prevent and punish it. We just commemorated the 70th anniversary of the Genocide Convention. However, we cannot fully rejoice during this anniversary. The genocide that took place in Cambodia, Rwanda, and Srebrenica could have been prevented. Nowadays, not only do we continue to witness ethnic and religious tensions in various regions of the world, but worryingly, there has been a dangerous increase in the number of situations that merit our urgent attention. The extreme forms of identity-based violence that we have witnessed in countries such as the Central African Republic, Iraq, South Sudan, and Syria are unacceptable. But equally intolerable are the serious human rights violations and abuses that different ethnic, religious, or national groups are suffering in Myanmar, Nigeria, or in the North Caucasus, to name just a few. Europe is facing a wave of populism that is slowly eroding the enjoyment of rights and promoting the rise of racism, xenophobia, hate speech, and hate crimes. In the United States, migrants and refugees are being vilified. All these should raise alarms. However, the level of complacency is still strong. How can we then disrupt these tendencies? It is my firm belief that it all starts with education. Education is the most important tool we have to prevent genocide and other similar atrocities. To educate people to respect each other, to accept each other no matter their differences. To educate people to understand that the color of their skin does not determine their humanity. That my God is not mightier than your God. That my culture is not superior to your culture. And that this diversity is a richness and not a problem. That we are all human beings and that we all have the same human rights. Education starts at home, with parents teaching their children these values. We are who we are because of our life experiences and the principles we were transmitted when we were young.
Education also starts at schools with our teachers imparting knowledge about science, history, different cultures, and the same values of respect or simply for one another. Teachers are influencers from very young age in kindergarten to adulthood in universities, instilling in students a critical thinking about the world. Education for the prevention of genocide and other international crimes should also look into the past to learn about it and from it. Learning about past violence and atrocity crimes, including genocide, teaches us about what we want to prevent in our present and for our future, and how to do it. As no region in the world is immune to the risk of atrocity crimes, this is important to all societies, including the Indian society. Of course, education about the past is particularly relevant in societies which have a history of atrocity-related violence. Such societies are typically more prone to recurrence, particularly where the legacies of that violence and the crimes committed were not adequately addressed. Only learning about the past, and not only that, addressing that past, and those societies heal and build a future in which population can live in peace and harmony. We have seen that failure to deal adequately with the past increases the likelihood of renewed instability and violence. How can this be done? Well, for example, by introducing in school curricula at young ages education on human rights, recognizing past atrocities and the importance of preventing them, by establishing museums, memorial sites, university programs, by using new technologies and social media to raise awareness and impart knowledge about these issues. For this, we need the support of all partners. The prevention of atrocity crimes needs the support and commitment of the international community, and in particular the states, who are primarily responsible for the protections of their populations. States need to develop long-term national strategies that will avert the risk of genocide, and these strategies should prioritize education about these issues. Education is a long-term strategy that plays a vital role to build a resilience to violence. Unfortunately, some of the conflicts we are witnessing, such as the one which led to the mass exodus of millions of Rohingya, the most persecuted group in our world today, are perpetrated at the behest or indeed at the acquiescence of states or those in the position to prevent them. It is this sobering reality which calls for our collective action and a new way to address these challenges. And this is one of the reasons why recently I wrote to Prime Minister Modi expressing concern about the situation of the Rohingya and making a call so that they not be subjected to refoulement to Myanmar, where the situation is yet to be properly addressed. Your Eminence, Sheikh, Honorable Education Minister, a preventive approach and broad-based education policies are increasingly being recognized as the best option to prevent and address conflicts and violence. And that is why I believe that education is a security issue, and not any education, but education that specifically opens young minds to the other, those who are culturally and religiously different from our communities. This is your call as academics and researchers to contribute not only to policies affecting these issues,
but also help shape young men and women in these institutions to become responsible global citizens. Students who fully recognize that injustice anywhere is a threat to justice everywhere. My dear brothers and sisters in humanity, I'm one of the people who strongly believe that establishing a strategy aimed to introduce peace education is critical in our today world. We need, therefore, to make sure that we incorporate the universal values of peace, non-violence, tolerance, and respect for human rights in all education curricula and methods. Learning institutions must work towards educating students in the benefits of literacy and knowledge needed to fulfill self-development, in addition to teaching participation in society and how to collectively improve quality of life. Indeed, peace education reaffirms the importance of human rights education. When discussing the need for a shift of mindset, we need to more closely examine the underlying causes that force people to resort to violence, both in order to understand its societal impact and to come up with strategies to reduce its spread. Extremism thrives when human rights are violated. Rule of law is considered as inconvenience barrier to those in power. Political space is shrunk. Legitimate aspirations of citizens are ignored or crushed altogether, and many people, especially youth, lack positive prospects and meanings for their lives. The greatest challenge facing our globalized world is to combat and eradicate its disparities. While in all parts of the world, progress is being made in entrenching democratic forms of governance, we constantly need to remind ourselves that the freedoms which democracy brings will remain empty shells if it is not accompanied by real and tangible improvements in the material lives of the millions of ordinary citizens of those countries, where men and women and children go burdened with hunger, suffering from preventable diseases, languishing in ignorance and illiteracy, or finding themselves bereft of decent shelter. Talk of democracy and freedom that does not recognize these material aspects can ring hollow and erode confidence exactly in those values we seek to promote. Hence, our universal obligation towards the building of a world in which there will be greater equality among nations and citizens. With recognition that we live in a highly interdependent and yet most unequal world, we enter the new millennium in the hope and promise that the multitude achievements in learning, science, and technological advancement will in this coming century truly be harnessed and shared by all, both in prosperous and less known countries. Unfortunately, this optimism has been challenged by the realities of injustice, conflict, economic deprivation that continue to afflict billions of our fellow citizens in different parts of the world, especially in the South. I'm confident that the Madin Academy will continue to play a leading role in fulfilling and achieving this sacred mission. I'm confident that the Madin Academy, following in its rich and illustrious tradition and history, and evidenced by its commitment to excellence in research and scholarship, intends to remain at the forefront in addressing these most pressing challenges I have shared with you. And I have no doubt that His Eminence,
Sheikh Said Ibrahim Khalid Al-Bukhari, founder of the Madin Academy, will remain truly committed to building a peaceful world. And building a peaceful world means start by building a peaceful community from here, Kerala, but also throughout the whole of India, because India should benefit from its diversity. The diversity of India is its wealth, it is its richness. And therefore, it is my sincere hope that the work of the Madin Academy will help to spread the message of peace throughout India, will help to mobilize religious leaders and religious actors throughout this country, so that all together join forces, all together respect each other, be they Buddhist, be they Hindu, be they Muslim, Christian, simply realize that they are one nation, that they are one humanity, and that they will share the burden to build peace throughout this country and throughout the world. And on my part, I will spare no effort in supporting the objective of the Madin Academy, as ultimately we are one world, we are one humanity. Shukran jazilan. I thank you very much for your listening. Thank you so much for a wonderful, inspiring, indicative and informative talk and presentation on the theme Education for Future and Future of Education. He also has given a great message. The education in institutions are real podium and platform to nurture the real global peace, humanity, love and justice. It happens by formulating right educational strategy and executing it in the right time. And also he stressed the importance of education and its proper implementation to eradicate the most burning challenges or problems of the world and to finally achieve the harmony and global peace and love and justice. Thank you so much for a wonderful this talk. Now I request our chairman to present the Vicennium Appreciation Award to Dr. Sijocharian, is youngest scientist and an innovator with a great ideas and lot of patents. His innovations and findings already implemented in Indian Railways and also thinking different countries to execute and implement these ideas, especially on his humidity control sensor and ideas in UAE and all. So here this podium is very blessed with the presence of Dr. Sijocharian. Now I request our chairman to present this Vicennium Appreciation Award to Dr. Sijocharian in presence of our Education Administrator Professor Ravindra sir and other guests. Please sir. Thank you so much. ആദരണീയനായ വിദ്യാഭ്യാസ മന്ത്രി, അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ, സ്പെഷ്യൽ ഉപദേഷ്ടാവ്, ഇവരെല്ലാം നമുക്ക് നൽകിയ വലിയ വലിയ നിർദ്ദേശങ്ങൾ പഠനാർഹമാണ്. 28 വയസ്സ് മാത്രമുള്ള ഷിജു ചെറിയാൻ
കുട്ടികൾക്ക് എന്നും ഈ 28 വയസ്സിനിടയിൽ ലോകപ്രശസ്തമായ 10 കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചതിലാണ് അവർക്ക് അവാർഡ് നൽകിയത്. ഇവിടെ വളരെ ശ്രദ്ധേയമായ പ്രോഗ്രാം നടക്കാനിരിക്കുകയാണ്. കർണാടക സംസ്ഥാന ജമിയത്തുൽ ഉലമായുടെ പ്രസിഡന്റും കർമ്മശാസ്ത്രത്തിൽ ഏറ്റവും മാഹിറും എല്ലാ ഫുനുകളും നന്നായി മാഹിറായ താജുൽ ഫുഖഹ ജാമിയ സഅദിയുടെ പ്രിൻസിപ്പാൾ കൂടിയാണ്. കർണാടകയിലെ ചിക്കമംഗളൂർ, ഉടുപ്പി, ഹാസൻ ജില്ലകളൊക്കെ ഖാദിയാണ്. മഹാനവകളുടെ വിലപ്പെട്ട പഠനാർഹമായ ക്ലാസ് മഹാനവറുകൾക്ക് നാളെ ഇവിടെ നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന പണ്ഡിതന്മാർക്കെല്ലാം ആ ക്ലാസ്സിൽ കയറിയിരിക്കുന്നത് വളരെ വിലപ്പെട്ട ഉപദേശങ്ങൾക്ക് കാരണമായിരിക്കും. നമ്മുടെ സദസ്സിൽ എപ്പോഴും ഈ സ്ഥാപനത്തെ സഹായിക്കുകയും സ്ഥാപനത്തിനു വേണ്ടി കൂടെ നിൽക്കുകയും ചെയ്ത മർഹൂം സാജിദ് ഉമർ ഹാജി മറക്കാൻ കഴിയില്ല. അവരുടെ ഖബർ പ്രകാശപൂരിതമാക്കണേ അല്ലാഹ്. അവരുടെ മക്കളെ പ്രിയപ്പെട്ട അൻസാർ ജോർജിയോസ് നമുക്ക് നന്നായി പ്രഭാഷണം നടത്താനുണ്ട്. സാജിദ അൻവർ, സാജ് ഉമർ ഹാജി 2 മക്കളാണ്. SYSന്റെ സ്റ്റേറ്റ് സാരഥിയായ പ്രിയപ്പെട്ട ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി സഖാഫി, അതുപോലെ തന്നെ ബേക്കൽ ഉസ്താദ്, അതുപോലെ തന്നെ മഅദീൻ UAE കമ്മിറ്റിയുടെ സജീവ പ്രവർത്തകനായ പ്രിയപ്പെട്ട സയ്യിദ്, UAE കമ്മിറ്റി നാഷണൽ പ്രസിഡന്റായ പ്രിയപ്പെട്ട മുസ്തഫ ദാരിമി, സമസ്ത ഉപാധ്യക്ഷരായ സിറാജുൽ ഉലമ ഹൈദറസ് ഉസ്താദ്, സമസ്ത മുഷാവറ നേതാക്കൾ പ്രമുഖരും വയനാട് ജില്ലാ ജമിയത്തുൽ ഉലമ പ്രസിഡന്റായ വയനാട് ICF നാഷണൽ ലീഡേഴ്സിൽ പ്രമുഖരായ പ്രിയപ്പെട്ട ഷാഹുൽ ഹമീദ്, അതുപോലെ തന്നെ SSFന്റെ മുൻ ജനറൽ സെക്രട്ടറി, സ്റ്റേറ്റ് സെക്രട്ടറി, ഇപ്പോൾ SYS കണ്ണൂർ ജില്ലാ സെക്രട്ടറി RP ഹുസൈൻ മാസ്റ്റർ, അതുപോലെ തന്നെ അബ്ദുൽ ഹമീദ് മാസ്റ്റർ, സൗദിയിലെ മുദരിസുമാരിൽ പ്രമുഖരും അത്യുന്നതരും പ്രഭാഷകർ കേരളത്തിലും കർണാടകയിലും നിലനിൽക്കുന്ന ഹുസൈൻ സൈദി റോഡ്, അതുപോലെ തന്നെ നോഫൽ സാർ, അതുപോലെ തന്നെ SY സ്റ്റേറ്റ് സാരഥി മുഹമ്മദ് പറവൂർ, അതുപോലെ തന്നെ ഷിജു ചെറിയാൻ, പിതാവ് ചെറിയാൻ, ഷിജുവിൻ്റെ അമ്മ മരിച്ചതിലുള്ള ദുഃഖവും ഖേദവും ഞങ്ങൾ പങ്കുചേരുന്നു. അതുപോലെ തന്നെ മഅദീനൊപ്പം എന്നെന്നും നിൽക്കുന്ന KCFന്റെ ഗ്ലോബൽ ലീഡേഴ്സിൽ പ്രമുഖരായ പ്രിയപ്പെട്ട അബ്ദുൽ ഹമീദ് സഅദി പലരുമുണ്ട്. ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ പലരും പ്രഭാഷണം നടക്കുന്നതാണ്. ഇന്ന് 7 വേദികളിലായി വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. അതോടുകൂടെ തന്നെ നിരവധി ഗസ്റ്റുകൾ, അവരുമായുള്ള പല മീറ്റിങ്ങുകളും നടക്കാനുള്ളത് കൊണ്ട് ഞാൻ അല്പം അവരെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾ ആരും സദസ്സിൽ നിന്ന് ഇളകരുതെന്ന് പറയലോടുകൂടെ തന്നെ യസുറുനി വയുസദ്ദിഫുനി ബൈന ഹഉലാഇൽ കവാകിബിൻ നയ്യിറ വൽ വുജൂഹിൻ നയ്യിറ അൻ നർഫ ആയാതി തഹാനി വഅസ്മാ ആയാതി തബരീകാത്ത് ഇലാ ഹബീബിന الذي يساعدنا جدا جدا العالم باللغات المتعددة يوسف سمجيتا حفظه الله ورعاه أن نشكره وأن نحن إن شاء الله نتشرف باستماع بعض الكلمات من ضيفنا المفضل യൂസഫ് സബ്ജിത്ത് ഹഫിളഹുല്ലാഹ് വറഅഹു. UK നന്നായി പല ഭാഷകൾ അറിയുന്ന ഉന്നതതലങ്ങളിൽ പ്രവർത്തിക്കുന്ന, പലപ്പോഴും ഇവിടെ വന്ന് കുട്ടികൾക്ക് ക്ലാസ് എടുത്ത പ്രിയപ്പെട്ട യൂസഫ് സബ്ജിത്ത് എന്നിവരെ ഇൻഷാ അല്ലാഹ് ക്ഷണിച്ചു. അതിൻ്റെ ശേഷം ഇൻഷാ അല്ലാഹ്
പ്രിയപ്പെട്ട ബേക്കൽ ഉസ്താദിൻ്റെ അതുപോലെ തന്നെ മറ്റ് ചടങ്ങുകളൊക്കെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. Now we request Professor Yusuf Sumitra UK, and he will talk us on faith in times of artificial intelligence. Bismillah ar-Rahman ar-Rahim. Alhamdulillahi Rabbil Alameen. Wa sallallahu ala Sayyidina Muhammad wa ala alihi wa sahbihi wa sallam. Allahumma la ilma lana illa ma 'allamtana innaka antal alimul hakim. Allahumma 'allimna ma yanfa'una wanfa'na bima tu'allimuna wa zidna min fadlika 'ilma wa ta'lima innaka 'ala kulli shay'in qadir. Alhamdulillah, I'd like to start my talk by firstly thanking Ma'adin Academy and His Excellency Sayyid Ibrahim Khalil Bukhari for inviting me here. This is a great honor, and I've come here to learn from you. I've not come here to tell you anything inshallah that you do not know. I've come here to learn from you, to see your beautiful faces, and to see and to have hope that this reality of what I'm hoping to speak about today, especially within the Muslim Ummah, has a lived example. In a time of division, in a time of much strife, we can place hope in examples and exemplars. So alhamdulillah. My topic that I was given to speak about today was actually faith in times of artificial intelligence. And I feel the need to offer a few definitions before I start my talk. The word faith is etymologically or linguistically related to the Latin word fidem, which literally means that which you trust, which is why the Arabic equivalent iman also has the same meaning. Iman comes from amana, that which you trust. So my talk could be alternatively entitled, what is it that you really trust in times of artificial intelligence? How do we define intelligence before we wholly swallow a term called artificial intelligence? How do we define what it means to be educated? How do we define the term education? Those of you who work in the field of education will probably be familiar that the word education comes from the Latin root word educare, which literally means to draw out, to take out what is already within. In other words, the process of education should be a process of realizing what it means to be a human being, which is why I was greatly happy to hear that the final goal of the Ma'adin pedagogy, the final goal of the educational process of the Ma'adin Academy, after expansion, after you gain this knowledge, after enlightenment, and light is a type of knowledge because light in our tradition means ishraqul mana, that which enlightens meaning. The final goal of the Ma'adin Academy is embodiment. The Prophet ﷺ is reported to have said, "Innama bu'ithtu li'utammim makarim al-akhlaq." I have been sent to perfect khuluq. And the Quran says, وَإِنَّكَ لَعَلَى خُلُقٍ عَظِيمٍ. You are on a great khuluq. We often translate khuluq as character, but khuluq literally means that which you were primordially created upon. And so he was sent to embody embodiment for us. He was sent to teach us what it means to be a real human being.
which is why the Prophet is described as Uswatun Hasana, the best of examples. So when we say, what does it mean to have faith? What does it mean to be educated? It means to learn what it means to be a real human being. But how do we square that with a world today wherein much of education has been reduced to studying for the sake of grades, for the sake of money? How do we understand that in a world today where much of geopolitics is based on a paradigm of separation, as best illustrated by when the most powerful man, or arguably the most powerful man in the world, sees the solution to his problems as building a wall? How do we understand this paradigm of education when much of science and technology has been co-opted into a paradigm of separation? Before I start speaking about artificial intelligence, it's worth noting that most of the proponents of artificial intelligence don't define intelligence and education the way I defined it. Rather, most of the proponents of artificial intelligence posit intelligence is information, that the new religion will be dataism, that augmented reality or augmented experience is how much information I can give you, that artificial intelligence will eventually look for a singularity point whereby there will be lesser human beings based on what they can embody, based on the embodiment of more and more information. So we live in a time when most of our lives are being reduced to the size of a screen, wherein our relationships are being defined by Facebook likes and Twitter tweets and Instagram posts, wherein more and more people are retreating to a version of virtual reality. But how real is such a reality? Is this intelligence? Is this paradigm how we would understand what it merely needs to know? We live in a time when the dominant proponents of science, science as proposing and technology as disposing, are arguing that if we can find that 1-inch equation of the string theory, then we will literally become God, because God is nothing but mathematical formula and technology. So how do we understand this in a paradigm of faith, and particularly the paradigm that you as Madin students represent, but more so as most wisdom traditions around the world would understand faith to be? Before we get to the faith dimension, let's talk about how this happened. One of the very first proponents of such a philosophy of separation, although he was a believer in God, was René Descartes. Because we have to go to Western Europe, because a lot of the major paradigms of what defines philosophical thought behind the paradigms of knowledge we have today arose out of a trajectory that Western Europe went down. And so when René Descartes posited his famous philosophy of cogito ergo sum, I think therefore I am, he was amongst the first people to bring a conceptual separation between the world that witnessed and the world that's experienced. And he said all of experience resides in the thinking mind. Which is why Descartes, although he was a believer of God, felt that the soul was literally at the back in a pineal gland. Following on from this conceptual separation, a separation that posits the soul as a ghost in the machine, because the body was then seen as a machine, became the trajectory of modern science, which brought tremendous good, and continues to bring tremendous good. But we must not forget that as most of the major proponents of modern science, be it Galileo, be it Leibniz, be it Newton, be it all of these, be it Kepler, believed in a deistic God, a God who is the watchmaker, a God who is out there, a God who is out there and has set into play the world. So by extension, if we can master these natural laws of motion, natural laws of gravity, what is the need for that God who is out there? As that trajectory of modern science moved, it said, why should we believe in this metaphysical assumption of what God is? And so Galileo's distinction between primary and secondary qualities gave a rise to the doctrine of empiricism, and empiricism
To be empiric actually means sensorial experience, to experience something. But the only experience that was given importance was the exterior dimension of experience, the experience that can be measured and quantified, not the interior dimension of experience which every person of faith should know and experience. Until finally Hume and the other philosophers got rid of this metaphysical experience. We don't need God. Until finally you come to the contemporary philosophers which say we can get rid of Descartes' idea of a soul entirely. So what is consciousness? What is your experience of I exist? Modern day science, most of the philosophy of mind in answering this says consciousness is a byproduct of material existence of your brain. Your brain transmits waves, and an epiphenomenon, a byproduct, an accident is that you feel you exist. Otherwise you're nothing but a machine. This is nothing but matter. There is nothing that exists but dead, inert matter. And you've got neuroscientists like Sam Harris saying, if we consistently map these maps, then we'll come to understand what it means. What is the mystery of I exist? Brothers and sisters, the Prophet ﷺ was asked, what is the mystery of your existence? The Quran says, وَيَسْأَلُونَكَ عَنِ الرُّوحِ. They ask you about the soul. And Fakhruddin al-Razi says, the word soul, this ruh, is kalimatin, yushiru ila kalimatin, indicating a word that says, ana, I am. What is the secret of I am? And the Prophet was responded to say, قُلِ الرُّوحِ مِنْ أَمْرِ رَبِّي وَمَا أُوتِيتُ مِنَ الْعِلْمِ إِلَّا قَلِيلًا. Say that this soul is of the affair of your Rabb. The word Rabb, often translated as Lord, doesn't mean just Lord. The word Rabb is that rububiyyah, that which takes in a process of spiritual evolution to the process of perfection. You are the plane by which the divine is acting. And the way for you to know that, the gateway for you to know that, is sincere contemplation, sincere knowledge. Knowledge is not just things. Our knowledge is always premised under the paradigm of فَعْلَمْ أَنَّهُ لَا إِلَهَ إِلَّا اللَّهِ. Know that there is nothing worthy of absolute adoration, worship except Allah. And this is not an ethnocentric, this is not a tribal definition of God, because the word Allah comes from wala, that which you give your being to. So what this is saying is there is nothing in reality, there is nothing governing except that which is giving existence to being. So how do we understand this now? In light of this trajectory of modern science and this materialistic paradigm of separation, we need to come back to the mysteries of faith, not just in Islam, but in Hinduism, in Christianity and Buddhism and all the major world religions. Why were you created? What is your purpose here? The Quran says every soul was arranged before their Lord, and Allah said, Alastu bi rabbikum. That's why we call it the day, Al-Yawmu Alast, the day when God said, am I not the one who's raising you? Am I not the one who's perfecting you? Am I not the creator of all existence? And all of the souls said, Bala shahidna. We have seen it from ourselves. And then we come into this world. We come into this world with an imprint, which is why education means to take out that which is already within. You know who God is. Everyone knows who God is. But real education means when you come in this world, you're on this fitrah, the fatra Allah, that which Allah subhanahu wa ta'ala has given all souls to know. But then you get affected by this world of separation. And so the journey is to come back. And that journey to come back, and I'll end here, I won't take very long, has to be under the paradigm of true knowledge, not under a paradigm of separation. And every single world religion has spoken about this. Tawheed doesn't mean oneness of God, it means the ability to make one, because Tawheed is a masdar, the ability to make one in the presence of what appears more than one. I can look across this stage, I can see many people. I can look here and see many people. If I'm in Tawheed, in this many, I'm seeing one. Allah, Allah, Allah. That's why when the Sahaba, when they would go, even in the battlefield, even in the tribulations, when Bilal had rocks placed on his chest, he said, Ahadun Ahad, Ahadun Ahad, Ahadun Ahad.
The one. So go for artificial intelligence, go for sciences, but do it the way Madden is doing, by looking at how all of these things can be looked in the paradigm of bringing this knowledge of oneness to your life. And this is the same in Hinduism. This is what they know as Advaita, the philosophy of not two but one. This is the same in Christianity. This is why the idea of the Logos, the God who wants to be known, comes to the world. This is the same in Buddhism, which is why the third of the Four Noble Truths is to realize the true self in Nirvana and to embody that as a Bodhisattva. This is the same in every wisdom tradition, because this is the truth. And so what happens when you gain this knowledge? You become like the Prophet. وَمَا أَرْسَلْنَاكَ إِلَّا رَحْمَةً. We did not send you as this all-enveloping mercy. This mercy that can deal with separation. This mercy that can deal with diversity. This mercy that can deal with strife, because it realizes I am one. I am one. I am one with you. I am one with everything, because it sees from the paradigm of the soul. So we'll end here. The true paradigm of knowledge is you get Tawheed and you follow in this flow of mercy, of love for the entirety. As they said, وَمَا أَرْسَلْنَاكَ رَحْمَةً لِلْعَالَمِينَ, for the entirety of all of creation. I see this happening in Madin. I see this happening in Sayyid Khalil Bukhari, because you need exemplars, you need murabbiyun, you need people who embody it themselves. And I'm not interested in empty cliches. We want examples. May Allah bless you. You're an example. May please embody and follow this thing and give us the ability to follow you. وَمَا ذَعْلِكَ عَلَى اللَّهِ بِعَزِيزٍ وَالْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ. Assalamu alaikum wa rahmatullahi wa barakatuh. Thank you so much. And it's an awesome message and great thought, the inspiration for our young researchers for rethinking and reanalyzing the meaning of intelligence, faith, and our existence. So in his talk, he focused on, we should also know in this paradigm shift of separation, the true meaning of faith, intelligence, and existence. It's a great thought and awesome message. Now, the Professor Joe Joseph with us, he will talk about the Finland education, a model for future classroom. He was the former, the principal of Diet Calicut, and is an academician and researcher in the recent trends of modern education. He has visited a number of foreign countries for his research purpose and higher education. So I request Joe Joseph for this session, sir, please. പ്രിയമുള്ളവരെ, മലയാളത്തിലാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അധികം സമയം ഇല്ല, അതുകൊണ്ട് ചുരുക്കിയാണ് കാര്യങ്ങൾ പറയാൻ പോകുന്നത്. എന്താണ് പറയുന്നത് വെച്ചാൽ, നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഭാവിയിൽ വിദ്യാഭ്യാസം എങ്ങനെ ഇരിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ ഒരു നല്ല മാതൃക, ലോകോത്തരമായ ഒരു മാതൃക ഞാൻ വളരെ ചുരുക്കത്തിൽ നിങ്ങളുടെ മുൻപിൽ പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഇതാ ആദ്യത്തെ സ്ലൈഡ് നോക്കുക, അവിടെ നോക്കി വായിക്കാം. ഇംഗ്ലീഷിലാണ്, മലയാളത്തിൽ ഞാൻ കാര്യങ്ങൾ പറയാം. ഫിൻലൻഡിലെ വിദ്യാഭ്യാസം. എവിടെയാ ഫിൻലൻഡ്. വല്ല ധാരണയുണ്ടോ എവിടെ ഫിൻലൻഡ് എന്ന്? യൂറോപ്പിലെ ഒരു രാജ്യമാണ്. യൂറോപ്പിലെ തന്നെ വടക്ക് ഭാഗത്തുള്ള ഒരു രാജ്യം. അതിൻ്റെ അടുത്തുള്ള രാജ്യങ്ങൾ സ്വീഡൻ, നോർവേ, റഷ്യ ഒക്കെയാണ്. വളരെ തണുപ്പുള്ള രാജ്യമാണ്. തലസ്ഥാനത്തിൻ്റെ പേര് ഹെൽസിങ്കി എന്നാണ്. അവരുടെ ഭാഷ
ഫിനിഷ് എന്ന് പറയുന്ന ഭാഷയാണ്. ആ രാജ്യത്തിൻ്റെ ആകെ വിസ്തീർണം കേരളത്തിൻ്റെ ഏതാണ്ട് 8-9 ഇരട്ടി വലിപ്പമുണ്ട്. എന്നാലോ ജനസംഖ്യ നോക്കുക, അവിടെ നോക്കി വായിക്കാം, 55.2 ലക്ഷം. കേരളത്തിൽ എത്ര ജനസംഖ്യ? 3.5 കോടി. അപ്പൊ നമ്മുടെ 8 ഇരട്ടി അല്ലെ 9 ഇരട്ടി വലിപ്പമുള്ള ഫിൻലൻഡിൽ ആകപ്പാടെ ജനസംഖ്യ 55.2 ലക്ഷം മാത്രം. ആ മാപ്പ് നോക്കിയാൽ ഇത് എവിടെയാണ് കിടക്കുന്ന ഒരു ചെറിയൊരു ധാരണ കിട്ടും. യൂറോപ്പിന് തന്നെ വടക്ക് ഭാഗത്താണ്, തണുപ്പുള്ള പ്രദേശമാണ്. വടക്കോട്ട് പോകുന്തോറും മഞ്ഞും കൂടി കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഒരു ഭാഗത്ത് സ്വീഡൻ, ആ നടുക്ക് കാണുന്ന മഞ്ഞ ഭാഗമാണ് ഫിൻലൻഡ്. അതിൻ്റെ തലസ്ഥാനം ഏറ്റവും താഴെ തെക്കേ അറ്റത്ത് ഹെൽസിങ്കി, അവരുടെ പതാകയാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. ഒരു ഭാഗത്ത് റഷ്യ, വലിയ രാജ്യം. അവിടെ ജനാധിപത്യമാണ്. കേന്ദ്ര സർക്കാർ കഴിഞ്ഞാൽ പിന്നെ താഴെ സംസ്ഥാന സർക്കാരുകളൊന്നും ഇല്ല, മുനിസിപ്പാലിറ്റികളെ ഉള്ളൂ. 311 മുനിസിപ്പാലിറ്റികൾ. പ്രായപൂർത്തിയായ എല്ലാ പൗരന്മാർക്കും വോട്ടവകാശം കൊടുത്ത ആദ്യത്തെ യൂറോപ്യൻ രാജ്യമാണ്. മറ്റു രാജ്യങ്ങൾ അതിന് പുറകെ വന്നിട്ടുള്ളൂ. ഒരു ക്ഷേമ രാഷ്ട്രം എന്ന് വിളിച്ചാൽ അത് ഈ രാജ്യത്തിന് ചേരും. എന്താ ക്ഷേമരാഷ്ട്രം എന്നൊരു സങ്കല്പം ഉണ്ടെങ്കിൽ അത് ഈ രാജ്യത്തിന് ചേരും. അവിടുത്തെ അടുത്തുള്ള രാജ്യങ്ങൾക്കും അത് ചേരും കിട്ടും. സ്വീഡൻ, ഡെൻമാർക്ക്, നോർവേ എന്നീ രാജ്യങ്ങളൊക്കെ ഒരേ രീതിയിൽ പോകുന്നവരാണ്. ജനങ്ങളുടെ ക്ഷേമത്തിന് അവർ കൊടുക്കുന്ന പ്രാധാന്യം പറഞ്ഞാൽ തീരില്ല, അത്ര വലുതാണ്. അപ്പൊ പഴയകാലത്ത് അവർ അത്ര സാമ്പത്തികമായിട്ടൊന്നും മെച്ചമായിരുന്നില്ല. വ്യവസായവൽക്കരണം തുടങ്ങിയത് 1950കളിലാണ്. ഇപ്പോൾ 2018 ആയപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും അധികം പ്രതിശീർഷ വരുമാനമുള്ളത്, ഒരു വ്യക്തിക്കുള്ള വരുമാനം അതാണല്ലോ പെർ കാപ്പിറ്റ ഇൻകം, അത് ഏറ്റവും അധികമുള്ള രാജ്യങ്ങളിലൊന്നാണ് നമ്മൾ പറയുന്ന ഫിൻലൻഡ്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള 10 രാജ്യങ്ങളിലൊന്നാണ് ഇപ്പോൾ ഫിൻലൻഡ്. ഇത്രയും പറഞ്ഞ ആമുഖമാണ്. നമ്മൾ വരുന്നത് വിദ്യാഭ്യാസത്തിലേക്കാണ്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ലോകത്തിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ വ്യവസ്ഥകളിൽ ഒന്ന്, ഏറ്റവും നല്ലതെന്ന് പറയുന്നില്ല, വൺ ഓഫ് ദ ബെസ്റ്റ്. കാരണം അതിൻ്റെ റേറ്റിങ്ങിൽ അവരെപ്പോഴും 10-നകത്ത് നിൽക്കും. മുകളിലേക്കും താഴേക്കും അത് ഇടയ്ക്കിടയ്ക്ക് മാറാറുണ്ട് റേറ്റിങ്ങിൽ. മുഴുവൻ വിദ്യാഭ്യാസവും സർക്കാരിൻ്റെ വകയാണ്. സർക്കാരാണ് മുഴുവൻ പൈസയും മുടക്കുന്നത്. 55 ലക്ഷം ജനങ്ങളുള്ളതിൽ കുട്ടികളുടെ എണ്ണം എത്ര ഉണ്ടാവും? പകുതി താഴെ ഉണ്ടാവുള്ളൂ. ഒരു 20 ലക്ഷമൊക്കെ ഉണ്ടാവുള്ളൂ, അല്ലെ 15 ലക്ഷം ഉണ്ടാവുള്ളൂ. ഈ കുട്ടികളുടെ മുഴുവൻ വിദ്യാഭ്യാസവും സർക്കാർ ചെലവിലാണ്. മിക്കവാറും കുട്ടികൾക്ക് അവരുടെ വീടിനടുത്ത് സ്കൂളുണ്ട്. ഇനി ഏതെങ്കിലും റിമോട്ട് ഏരിയയിൽ സ്കൂളില്ലെങ്കിൽ ആ കുട്ടികൾക്ക് നഗരത്തിലെ സ്കൂളിലേക്ക് വരാനുള്ള മുഴുവൻ ചെലവും സർക്കാർ വഹിക്കും. വാഹനത്തിൽ വീട്ടിൽ പോയി സർക്കാർ കുട്ടിയെ സ്കൂളിലേക്ക് കൊണ്ടുവരും. ഇനി ഏതെങ്കിലും കുട്ടിക്ക് അംഗവൈകല്യമുണ്ട്, അല്ലെങ്കിൽ മാനസികമായിട്ട് ദൗർബല്യമുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടിയെ നമ്മുടെ മറ്റു കുട്ടികളുടെ കൂടെ തന്നെ താമസിപ്പിച്ചാണ്, കൂടെ തന്നെ ഇരുത്തി അതേ ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്. ഈ കുട്ടിയെ നോക്കാൻ വേറെ ടീച്ചർമാരും ഉണ്ടാവും. ഇപ്പം ഞാൻ ഈ രാജ്യത്ത് പോയിട്ടില്ലെങ്കിൽ അതിനടുത്ത് പോയിട്ടുണ്ട്. സ്വീഡൻ എന്ന് പറയുന്ന രാജ്യമുണ്ട്, തൊട്ട് അയൽപക്കത്തുള്ളത്. അവിടെ ഞാനൊരു പരിശീലനത്തിന് പോയതാണ്. അവിടെ കണ്ടത് എന്തെങ്കിലും മാനസിക വൈകല്യമോ ആ തരത്തിലുള്ള പ്രത്യേകതയുള്ള കുട്ടിയുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ മുഴുവൻ സമയവും. ആ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കാൻ മാത്രം ഒരു ടീച്ചർ ഫുൾ ടൈം. ഇത് തന്നെയാണ് ഫിൻലൻഡിലും. ഇനി കുട്ടികൾ കണക്ക് പഠിക്കുന്നില്ല, അല്ലെങ്കിൽ ഭാഷ പഠിക്കുന്നില്ല, സയൻസിൽ പിന്നാക്കമാണ്, ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഓരോ കുട്ടിക്കും പ്രത്യേകമായ സഹായം കിട്ടും. എന്തിന്? ഈ പിന്നാക്കാവസ്ഥയിൽ നിന്ന് മുന്നോട്ട് വരാൻ വേണ്ടി എല്ലാ സഹായവും സർക്കാരിൻ്റെ അല്ലെ വിദ്യാഭ്യാസ സമുദായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അപ്പോൾ വ്യക്തിപരമായ ശ്രദ്ധ.
അപ്പോൾ രഹസ്യം എന്താണ് ഇവരുടെ വിജയത്തിൻ്റെ? മിടുമിടുക്കന്മാരും മിടുക്കികളുമായ ടീച്ചർമാർ, അധ്യാപകർ, വളരെ വളരെ മിടുക്കരായ അധ്യാപകർ. തീരുന്നില്ല. ഓരോ സ്കൂളിനും ധാരാളം സ്വയംഭരണാവകാശം. അതായത് എന്ത് പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം, ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ കാര്യമായി കൈകടത്തുന്നില്ല. ധാരാളം ഓട്ടോണമി. ഇനി അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരു 3 നൂറ്റാണ്ടായിട്ട് 300 വർഷമായിട്ട് മുഴുവൻ ആൾക്കാർക്കും സാക്ഷരത കൊടുക്കാൻ സർക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നമുക്ക് ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നമുക്ക് നടക്കില്ല. കാരണം 300 വർഷം എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയായി? 10-25 തലമുറ. 100% വിദ്യാഭ്യാസമുള്ള തലമുറ അവിടെ ഉണ്ടായിരുന്നു. അതിന് കാരണമുണ്ട്. കല്യാണം കഴിക്കണമെങ്കിൽ അക്ഷരാഭ്യാസം നിർബന്ധമാക്കി സർക്കാർ പണ്ടേ. പള്ളിയും അവിടുത്തെ പള്ളിയും, അതായത് നിങ്ങൾ വിവാഹം കഴിക്കണമോ നിങ്ങൾ അക്ഷരാഭ്യാസമുള്ള ആളായിരിക്കണം. അപ്പോൾ അതിൻ്റെ പേരിൽ എല്ലാവരും വിദ്യാഭ്യാസം നേടി. ശരി, 1921 വിദ്യാഭ്യാസം നിർബന്ധിതമായത്. അതിന് മുമ്പ് വിദ്യാഭ്യാസം നിർബന്ധമില്ലായിരുന്നു, ഇഷ്ടമുള്ളവർക്ക് പഠിച്ചാൽ മതി. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഒരു ലെവൽ വരെയുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും നിർബന്ധമാണ്. അത് ഞാൻ പറയാം, എവിടം വരെ എന്നുള്ളതിന് വരും. ഇനി 1948 മുതൽ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം സൗജന്യമായി നൽകി തുടങ്ങി. ഇപ്പൊ അതൊരുപാട് പുരോഗമിച്ചു. നമ്മുടെ നാട്ടിലൊക്കെ പുരോഗമിച്ചതുപോലെ അവിടെ പുരോഗമിച്ചു. എന്നാലും തുടങ്ങിയത് ആ കാലത്താണ്. ഇനി വിദ്യാഭ്യാസത്തിന് പല ഘട്ടങ്ങളുണ്ടല്ലോ. തുടക്കം ഇതാണ്, ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ. അതായത് കുട്ടി ജനിച്ചതിന് ശേഷം അവന് കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിനാണ് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് നോക്കാം. ഫിൻലൻഡിൽ 8 മാസം പ്രായം വരെ രാഷ്ട്രം ഇടപെടുന്നില്ല, അമ്മ തന്നെ നോക്കിയാൽ മതി. എന്തെങ്കിലും മെഡിക്കൽ സഹായം ആവശ്യമുണ്ടെങ്കിൽ, ചികിത്സാ സഹായം ആവശ്യമുണ്ടെങ്കിൽ അമ്മയ്ക്ക് സർക്കാർ സഹായമുണ്ട്. അതുവരെ അമ്മയുടെ കൂടെയാണ്. 8 മാസം കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഡേ കെയർ സെൻ്ററിൽ പോകാം. ഡേ കെയർ സെൻ്ററിലേക്ക് കൊണ്ടാക്കിയാൽ മതി. വേണേ അമ്മയ്ക്കും കൂടെ ഇരിക്കാം, ഭക്ഷണം കൊടുക്കും, എല്ലാ കാര്യങ്ങളും അവർ നോക്കും. അപ്പോൾ ഈ പറഞ്ഞ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ എത്ര വയസ്സ് വരെ നോക്കുക? 5 വയസ്സ് വരെ അവരതിനെ വിളിക്കുന്നത് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ എന്നാണ്. കാര്യമായിട്ട് പഠിപ്പിക്കലൊന്നുമില്ല. നമ്മുടെ നഴ്സറി സ്കൂളുകളിൽ നമ്മൾ 2.5 വയസ്സ് 3 വയസ്സുള്ള കുട്ടിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ പഠിപ്പിക്കലായി. ബാബ ബ്ലാക്ക് ഷീപ്പും അതുപോലെ ഇംഗ്ലീഷിലെ കുറേ റൈംസും, പിന്നെ ഇംഗ്ലീഷ് അക്ഷരമാല നമുക്ക് പഠിക്കേണ്ടത് അല്ലേ. മലയാളം പഠിച്ചില്ലെങ്കിൽ ഇംഗ്ലീഷ് A4 ആപ്പിളൊക്കെ പഠിച്ച എല്ലാ വിഭാഗക്കാർക്കും വേണ്ട അതാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ പറയും, മോളെ ABC എന്ന് ചൊല്ലിക്കേ, അല്ലെ നേഴ്സറി റൈം എന്ന് ചൊല്ലിക്കേ. ഇങ്ങനെയാണ്. അവർക്കിതിനൊന്നും സമയമില്ല. അവർക്ക് കുറച്ചുകൂടെ വിദ്യാഭ്യാസവും ബോധമുള്ളത് കൊണ്ട് 5 വയസ്സ് വരെ കുട്ടിക്ക് അങ്ങനത്തെ കാര്യമായ വിദ്യാഭ്യാസം ഒന്നും കൊടുക്കുന്നില്ല. അതുവരെ വിദ്യാഭ്യാസം ഇല്ലെന്നല്ല, അതിലേക്ക് ഇനിയും വരുന്നുണ്ട്, ഒരു ചിത്രമൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. കുട്ടികൾ പഠിക്കുന്നുണ്ട്, അവരെ ആരും പഠിപ്പിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് അവിടെ വളരെ ശാസ്ത്രീയമായിട്ട് അവർ ചെയ്യുന്നത്. ഇനി നമ്മൾ പറയുന്ന നഴ്സറി വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുന്നത് 3.5 വയസ്സിലാണ് കേരളത്തിൽ. അവരത് കൊടുക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? കുട്ടിക്ക് 6 വയസ്സുള്ളപ്പോഴാണ്. ഒരൊറ്റ വർഷമേ ഈ പറഞ്ഞ ഈ സ്കൂളിന് മുമ്പുള്ള നഴ്സറി വിദ്യാഭ്യാസം കൊടുക്കുന്നുള്ളൂ. അപ്പം അതിന് മുൻപുള്ള എന്താണ്? കുട്ടികൾക്ക് കൂടി കളിക്കാനും രസിക്കാനും അവർക്കിഷ്ടമുള്ളത് ചെയ്യാനും ഭാഷ വികസിപ്പിക്കാനും സാമൂഹ്യ ജീവിയായി മാറുവാനുമൊക്കെയുള്ള അവസരം കൊടുക്കുന്ന തരത്തിലുള്ള വളരെ ചിട്ടയോട് കൂടിയിട്ടുള്ള ഒരു സംവിധാനം. അതിനെ പഠിപ്പിക്കൽ എന്ന് പറഞ്ഞുകൂടാ. ഇതാ സർക്കാർ കുട്ടികളുടെ കാര്യത്തിൽ ചെലുത്തുന്ന ശ്രദ്ധ അവിടെ മനസ്സിലാകും. 3 വയസ്സ് താഴെയുള്ള കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ 12 കുട്ടികൾക്ക് 1 ടീച്ചറും 2 ആയമാരും. മനസ്സിലാവുന്നുണ്ടോ? 3 വയസ്സ് താഴെയുള്ള കുട്ടികളാണെങ്കിൽ 12 പേരുള്ള ഒരു ഗ്രൂപ്പ് കുട്ടികൾക്ക് 1 ടീച്ചർ 2 ആയമാര്. 3 വയസ്സിന് മുകളിലാണെങ്കിലോ 20 കുട്ടികൾക്ക്
ഒരു ടീച്ചറും 2 ആയമാരും. അപ്പൊ നമുക്കൊക്കെ ചിന്തിക്കാൻ ഇപ്പൊ കഴിയുന്നതിനേക്കാൾ ഒരുപാട് അപ്പുറത്തുള്ള മുതലിറക്കും താല്പര്യവും ശ്രദ്ധയും സർക്കാർ ഈ പറഞ്ഞ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനിൽ ചെലുത്തുന്നുണ്ട്. ഇതാണ് അവരുടെ വിജയം. മനസ്സിലായോ? തുടക്കത്തിൽ ശ്രമിക്കണം. കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല. നെൽകൃഷിക്കാർ പറയും അതിൻ്റെ അർത്ഥം കതിരായി കഴിഞ്ഞിട്ട് നെല്ലിനും കതിര് വന്നു കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല. അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. അപ്പൊ ഈ സ്റ്റേജ് മുതലേ അവർ ശ്രദ്ധിക്കുന്നതാണ് ഈ പറഞ്ഞ രാജ്യം ലോകത്തിന്റെ മുൻനിരയിലേക്ക് വരാൻ കാരണം. ഇതാ, യു ആർ നോട്ട് ടോട്ട്, യു ലേൺ. ഞാൻ മുമ്പേ പറഞ്ഞത്, ഈ പ്രായത്തിലുള്ള കുട്ടികളെ ഒന്നും പഠിപ്പിക്കുന്നില്ല. പക്ഷേ കുട്ടികൾ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ്. വടിയെടുക്കുന്നില്ല, കണ്ണുരുട്ടുന്നില്ല. കുട്ടികൾ പഠിക്കുക. ഫിൻലൻഡിലെ ഏർലി ചൈൽഡ്ഹുഡ് കെയറിലെ കുട്ടികൾ പഠിക്കുകയാണ്. എന്താ അവർ ചെയ്യുന്നത്? ചിത്രം വരയ്ക്കുന്നു, കളർ കൊണ്ട് കളിക്കുന്നു. ഇതിനൊക്കെ ഒരു മേൽനോട്ടമാണ് ടീച്ചറുടെയും ആയമാരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവർ ഈ കാലത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞു, അവരുടെ വിദ്യാഭ്യാസം കൊണ്ട് അവർക്കറിയാം. എന്താണ്? ഒരു മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ 90% വികസിക്കുന്നത് അവൻ്റെ ആദ്യത്തെ 5 വർഷങ്ങളിലാണ്. മനസ്സിലായോ? അപ്പോൾ ആ 5 വർഷങ്ങളിൽ നമ്മുടെ അമ്മമാരൊക്കെ വിദ്യാഭ്യാസമില്ലാത്ത കാലത്താണെങ്കിലും അവർ നല്ല ഭക്ഷണം ആ കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? അത് ആരും പഠിപ്പിച്ചിട്ടില്ല. അവർക്ക് തലമുറകളായി കിട്ടിയ ഒരു അറിവാണ്. നല്ല ഭക്ഷണം, പ്രത്യേകിച്ച് മാംസ്യ ഭക്ഷണം, പ്രോട്ടീനുള്ള ഭക്ഷണം ഒക്കെ കൊടുത്താലേ ആ കുട്ടികളുടെ തലച്ചോറ് വേണ്ടപോലെ വികസിക്കുമെന്ന് നമ്മുടെ അമ്മമാർക്കും അറിയാമായിരുന്നു. അവർക്ക് നല്ലതറിയാം. അപ്പോൾ അവർ ഭക്ഷണം മാത്രമല്ല കൊടുക്കുന്നത്, ഭാവിയിലേക്കുള്ള വളർച്ചയ്ക്കുള്ള അടിത്തറ കിട്ടുന്ന തരത്തിലുള്ള ഒരു തരം വിദ്യാഭ്യാസം. ഇനി വിദ്യാഭ്യാസം എല്ലാ ഘട്ടങ്ങളിലും, പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ മാതാപിതാക്കളുടെയും സമൂഹത്തിൻ്റെയും കൂടിയുള്ള ഒരു സംരംഭമാണ് ജോയിൻ്റ് എൻഡവർ. കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള അവസ്ഥയല്ല. അവർ വീട്ടിലേക്ക് പോന്നു കഴിഞ്ഞാൽ ടീച്ചർമാർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള അവസ്ഥയല്ല. 2 കൂട്ടരുടെയും ഒരു സഹകരണ പ്രസ്ഥാനമാണ് വിദ്യാഭ്യാസം. ഇനി അവരെന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു? ഈ പറഞ്ഞ ഈ ചെറിയ ഘട്ടത്തിലെ കുട്ടി ജനിക്കുമ്പോൾ മുതൽ 5 വയസ്സ് വരെ അല്ലെ 6 വയസ്സ് വരെ എന്തെല്ലാം കാര്യങ്ങൾ മുമ്പോട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുതലേ ശ്രദ്ധിക്കുന്ന ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം കായിക വളർച്ച. അപ്പൊ കായിക വളർച്ചയ്ക്ക് എന്തെല്ലാം വേണം? കൃത്യമായിട്ടുള്ള ഭക്ഷണം വേണം, വൃത്തി വേണം. വൃത്തി നമ്മൾ പഠിപ്പിക്കേണ്ട കുട്ടികളെ. അത് മാതൃക കൊണ്ടാണ്, അല്ലാതെ അടിച്ചും ചീത്ത പറഞ്ഞുമല്ല. അപ്പോൾ വൃത്തി, അതുപോലെ മാനസിക വളർച്ച. അപ്പോൾ മാനസിക വളർച്ചയ്ക്ക് എന്താ ചെയ്യേണ്ടത്? കുട്ടികൾക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കണം. പലപ്പോഴും അത് കിട്ടുന്നില്ല ചില സമൂഹങ്ങളിൽ. കാരണം ആ കൊച്ചുകുട്ടി നിനക്കെന്തറിയാം, ഞാൻ പറയുന്നത് നീ അനുസരിച്ചാൽ മതി. അതല്ല, അവന് സംസാരിക്കാനുള്ള കഴിവ്, അവസരം. അതുപോലെ സാമൂഹ്യ ബോധം, ഞാൻ ഈ സമൂഹത്തിൻ്റെ ഭാഗമാണെന്നുള്ളൊരു ബോധം. പിന്നെ എമ്പതി എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും സ്നേഹങ്ങളും സന്തോഷങ്ങളും ഒക്കെ എൻ്റേത് കൂടിയാണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ആ പ്രായത്തിലെ ബോധപൂർവം കുട്ടിക്ക് കൊടുക്കുന്നു. ഇതൊക്കെയാണ് ഈ പറഞ്ഞ ഘട്ടത്തിലെ വിദ്യാഭ്യാസം. ഇനി 5 വയസ്സ് വരെയുള്ള ഡേ കെയറും 6 വയസ്സ് വരെ എന്നാണ് പറയേണ്ടത്. 6 വയസ്സ് മുതൽ 7 വയസ്സിലുള്ള കിൻഡർ ഗാർട്ടൻ വിദ്യാഭ്യാസവും KG നമുക്കെല്ലാം അറിയാമല്ലോ. UKG LKG അവർക്ക് 1 വർഷമേ ഉള്ളൂ. എന്താണ് അവിടെ അവർ ചെയ്യുന്നത്? ഇംഗ്ലീഷും കണക്കും പഠിപ്പിക്കാനല്ല, പിന്നെയോ സഹകരണ മനോഭാവം, ആശയവിനിമയ ശേഷി, ഇവ വികസിപ്പിക്കാനാണ് ശ്രദ്ധ. പിന്നെ ഓരോ കുട്ടിയുടെയും വ്യക്തിത്വത്തിന് പ്രാധാന്യം. നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണിത്. ഓരോ കുട്ടിയും ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് വ്യക്തിത്വമുണ്ട്, ഇൻഡിവിജ്വാലിറ്റി. അതിനെ പരമാവധി പോഷിപ്പിക്കുക. ഓരോ കുട്ടിക്കും അവൻ എന്താണോ, അവൻ എന്തായിട്ടാണ് ജനിച്ചിരിക്കുന്നത്, അത് പരമാവധി പരിപോഷിപ്പിച്ച് വളർത്താനുള്ള അവസരം കൊടുക്കുക. പിന്നെ അത് തന്നെയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഓരോ കുട്ടിക്കും ഒരു സവിശേഷ വ്യക്തിയായി വളരാനുള്ള അവസരം. പിന്നെ സോഷ്യൽ ആൻഡ് ഇൻ്ററാക്റ്റീവ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹ്യപരമായ കഴിവുകൾ, മറ്റുള്ളവരുമായി സംസാരിക്കാൻ, ഇടപഴകാൻ, അതിനൊക്കെയുള്ള കഴിവുകൾ
കുട്ടിയെ വികസിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നു. ഇൻറ്ററാക്റ്റീവ് സ്കിൽസ് എന്ന് വെച്ചാൽ സംസാരിക്കാനുള്ള കഴിവ് തന്നെയാണ്, മറ്റുള്ളവരുടെ ഇടപെടാനുള്ള കഴിവാണ്. അതുപോലെ മറ്റാൾക്കാരുടെ ആവശ്യങ്ങളെ തിരിച്ചറിയാൻ, അതായത് ഞാൻ പ്രത്യേകിച്ച് കുട്ടികൾ ജനിക്കുമ്പോൾ മനഃശാസ്ത്രം പറയുന്നത് സെൽഫ് സെൻറ്റേഡാണ്, എന്ന് വെച്ചാൽ എന്നെപ്പറ്റി മാത്രമേ കുട്ടി ചിന്തിക്കുകയുള്ളൂ. അതങ്ങനെയാണ്. പ്രത്യേകിച്ച് നമ്മൾ കൊച്ചു കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ, എൻ്റെ കാര്യം, എൻ്റെ കസേര, ഞാനത് കണ്ടു ഇങ്ങനെ പറയുള്ളൂ. കാരണം അത് കുട്ടിയുടെ ആ മാനസികാവസ്ഥയാണ്. അതിൽ നിന്ന് വളർന്ന് സമൂഹത്തിലെ മറ്റുള്ളവരെ കൂടെ ഉൾക്കൊള്ളുന്ന ലെവലിലേക്ക് പോകുന്നതിനുള്ള ബോധപൂർവമായ ഇടപെടൽ ടീച്ചർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഇനി മറ്റ് സംസ്കാരങ്ങളെയും ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്നു. ലോകത്തിൽ നമ്മുടെ സംസ്കാരം മാത്രമല്ല ഉള്ളത്, നമ്മുടെ അതേ നിറമുള്ള ആളുകൾ മാത്രമല്ല ഉള്ളത്. ഇത്തരം കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകണം, അവരെയൊക്കെ ബഹുമാനിക്കണം. അതുപോലെ പരിസ്ഥിതി. ഇപ്പം ഞാൻ അവിടെ ഈ സ്ഥലത്ത് പോയില്ലെങ്കിൽ അതിനടുത്ത് പോയെന്ന് പറഞ്ഞില്ലേ, പരിസ്ഥിതിയെ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ആൾക്കാർ അറവ് മാലിന്യം കൊണ്ടുപോയിട്ട് നമ്മുടെ നാട്ടിലെ ഈ ജലാശയങ്ങളിൽ തട്ടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയോ താഴ്ന്ന മാനസിക നിലവാരത്തിലാണ്, എത്രയോ താഴ്ന്ന സാമൂഹ്യ ബോധമാണ് നമുക്കുള്ള നാട് വരുന്നത്. കാരണം അത് തന്നെ നമുക്ക് കുടിക്കാൻ കിട്ടുന്നത്. നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴൽ പോലെയാണ് നമ്മുടെ നാട്ടിലെ നദികൾ. കണ്ടോ, എൻവയറൺമെന്റ് അല്ല പരിസ്ഥിതി. ആ പരിസ്ഥിതിയുടെ പ്രാധാന്യം മനസ്സിലാക്കുകയും ഒരു കഷണം കടലാസ്, വേസ്റ്റ് പേപ്പർ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആൾക്കാർക്ക് താഴാൻ തോന്നില്ല. അവരത് പിടിച്ചുകൊണ്ടാണ് കിലോമീറ്ററുകൾ നടക്കും. അതിന് പറ്റിയ ഒരു ഡസ്റ്റ് പേപ്പർ ബിൻ കാണുന്നത് വരെ. അതെങ്ങനെ കിട്ടുന്നതാ? പോലീസ് നിന്നിട്ട് ഉണ്ടാക്കുന്നതല്ലേ. ഇപ്പോൾ അവിടെ അങ്ങനെ നമ്മുടെ സിംഗപ്പൂരിലാണെന്ന് കേട്ടിട്ടുണ്ട്. ഫൈനാണ്. നിങ്ങൾ ഒരു കഷ്ണം കടലാസ് താഴിട്ടാൽ അപ്പം ഫൈൻ, $2 ഫൈൻ, $10 ഫൈൻ. ഇവിടെ അതിൻ്റെയൊന്നും ആവശ്യമില്ല. കാരണം കുട്ടി ചെറുപ്പത്തിലേ പഠിക്കുകയാണ് വേസ്റ്റ് അത് ഇടേണ്ട സ്ഥലമുണ്ട്, അവിടെ ഇടാവൂ. ഇതൊക്കെ ബോധപൂർവം കുട്ടികളുടെ വളർത്തുകയാണ്. ഫിൻലൻഡിലെ ഒരു ഏർലി ചൈൽഡ്ഹുഡ് സെന്റർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവിടെ സായിപ്പിൻ്റെ കുട്ടികൾ മാത്രമല്ല ഉള്ളത്. സാമ്പത്തികമായിട്ട് പുരോഗമിച്ച രാജ്യമായതുകൊണ്ടും മറ്റുള്ളവരെ അവർ വെൽക്കം ചെയ്യുന്നത് കൊണ്ടും മറ്റ് രാജ്യങ്ങളിലെ ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ആൾക്കാർ അടക്കം പോകുന്നുണ്ട്. അവിടെ ചെല്ലുന്ന എല്ലാവർക്കും ഒരേ തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് ഇവിടെ കിട്ടുന്നത്. വ്യത്യാസമില്ല. ഈ ഏർലി ചൈൽഡ്ഹുഡ് കെയറിൽ അവർ കൊടുക്കുന്ന എന്താ നോക്കുക, അവനവൻ്റെ കാര്യം നോക്കാനുള്ള ശേഷി, ഇൻക്രീസിങ് സെൽഫ് ഇൻഡിപെൻഡൻസ്. പിന്നെ അങ്ങനെ സ്വന്തം കാര്യം, സിന്ദാബാദ് അല്ല, സ്വന്തം കാര്യം നോക്കാനുള്ള ശേഷി താൻപോരിമ വളർത്തുന്നത് വഴി എന്തെല്ലാം കുട്ടികൾക്കുണ്ടാവും? 3 കാര്യങ്ങൾ. 1, ഉത്തരവാദിത്തമുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷി ഉണ്ടാവും. 2, സമൂഹത്തിലെ പ്രവർത്തനങ്ങളിൽ ഇടപെടാനുള്ള ശേഷി ഉണ്ടാകും. 3, സഹായം ആവശ്യമുള്ളവർക്ക് അത് കൊടുക്കാനുള്ള ശേഷി ഉണ്ടാവും. ഇതാണ് കാര്യമായിട്ടുള്ള വിദ്യാഭ്യാസം. ഇപ്പോൾ ഇതുവരെ പറഞ്ഞ എന്തായിരുന്നു? ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ. സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പുള്ള സ്കൂളിനെ പറ്റിയാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അങ്ങോട്ടാണ് ശരിയായ വിദ്യാഭ്യാസം. അപ്പോൾ 1ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം, അവരതിന് വിളിക്കുന്ന പേര് ബേസിക് കോംപ്രിഹെൻസീവ് എഡ്യൂക്കേഷൻ എന്നാണ്. അപ്പോൾ അവരുടെ 1ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? 7 വയസ്സ്. നമ്മുടെ കുട്ടി 7 വയസ്സാകുമ്പോൾ 3ാം ക്ലാസ്സിലായിരിക്കും അല്ലേ? കാരണം നമുക്ക് പെട്ടെന്ന് തിരക്കാണ്, എല്ലാവരും IAS-കാരാക്കാൻ തിരക്കാണ്. അവർക്ക് അങ്ങനെ ഒരു തിരക്കില്ല. അപ്പോൾ 7 വയസ്സുള്ള കുട്ടി, അപ്പോൾ 7 വയസ്സ് മുതൽ 16 വയസ്സ് വരെയാണ് ബേസിക് കോംപ്രിഹെൻസീവ് എഡ്യൂക്കേഷൻ. 9 ക്ലാസ്സാണ്, കമ്പൽസറിയാണ്. എല്ലാവരും ആ സ്കൂളിൽ പോയേ പറ്റൂ. പിന്നെ ഇതാരാ നടത്തുന്നത്? ഞാൻ പറഞ്ഞു, കേന്ദ്ര സർക്കാർ കഴിഞ്ഞാൽ പിന്നെ താഴെ സംസ്ഥാന സർക്കാരുകളില്ല. കാരണം ആകെപ്പാടെ 50 ലക്ഷം ജനങ്ങളുള്ള രാജ്യത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യമില്ല. 311 മുനിസിപ്പാലിറ്റി. ഈ മുനിസിപ്പാലിറ്റികളാണ് സ്കൂളുകൾ നടത്തുന്നത്. അതിൻ്റെ മുഴുവൻ ചെലവും അവരുടെയാണ്, ഭരണവും അവരാണ്. അധ്യാപകർക്ക് ധാരാളം സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് സ്വന്തമായി അവർക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ബുക്ക് സെലക്ട് ചെയ്യാൻ പോലും സ്വാതന്ത്ര്യമുണ്ട്. സർക്കാർ അച്ചടിച്ചു കൊടുക്കുന്ന ടെക്സ്റ്റ് ബുക്ക് അല്ല.
അല്ലെങ്കിൽ അതുണ്ടാവായിരിക്കും, എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ അതല്ല, എനിക്ക് വേറൊരു ടെക്സ്റ്റ് ബുക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമെന്ന് ഒരു അധ്യാപക തീരുമാനിച്ചാൽ അതിന് പോലും അവകാശം ഉണ്ട്. ഇനി ഈ രാജ്യങ്ങളിലൊക്കെ, ഞാൻ പോയ രാജ്യത്തും ഈ പറഞ്ഞ ഫിൻലൻഡിലുമൊക്കെ ക്ലാസ്സുകൾ ചെറുതാണ്. 20 കുട്ടികളുടെ ഒരു ക്ലാസ് എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചൊരു വലിയ ക്ലാസ്. 20 പേര്. നമുക്കിവിടെ ശരാശരി 40ഉം 60ഉം, വലിയ വലിയ സ്കൂളുകളിലൊക്കെ 80 പേരൊക്കെ ഇങ്ങനെ അടുക്കി ഇരുത്തിയിട്ട് പഠിപ്പിക്കുന്ന രീതിയുണ്ട്. പക്ഷെ അങ്ങനെയല്ല, അവിടെ 20 കുട്ടികൾ ഒരു വലിയ ക്ലാസ്സാണ്. അപ്പോൾ അതുകൊണ്ടെന്താ ഗുണം? ഓരോ കുട്ടികളുടെ കാര്യത്തിലും പ്രത്യേകമായ ശ്രദ്ധ ചെലുത്താൻ ടീച്ചർമാർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അവർ 3 ഭാഷ പഠിക്കുന്നുണ്ട്. ഒന്ന് അവരുടെ മാതൃഭാഷ ഫിനിഷ്, പിന്നെ ഇപ്പോൾ ലോകഭാഷയെ വളർന്നുകൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷ്, മൂന്നാമത് അയൽ രാജ്യത്തിൻ്റെ ഭാഷയായ സ്വീഡിഷ്. ഇത് 3 പേർ പഠിക്കുന്നുണ്ട്. ഇനി നമ്മളെപ്പോലെ കണക്ക്, സയൻസ്, സോഷ്യൽ സയൻസ്, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് അവരോട് തീരുന്നില്ല അവരുടെയൊക്കെ വിദ്യാഭ്യാസം. ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ, അതിനടുത്തുള്ള രാജ്യങ്ങളിലൊക്കെ അവരെന്തെല്ലാം പഠിക്കുന്നു നോക്കുക. പലതരം കലകൾ, സംഗീതം, പാചകം. അവിടുത്തെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ പാചകം പഠിക്കും. അതുപോലെ ആശാരിപ്പണി, പെയിൻറ്റിംഗ് ഒക്കെ. ഇപ്പം ഞാൻ പോയ സ്വീഡനിൽ ഞാനൊരു പ്രൊഫസറുടെ വീട്ടിൽ പോയി. അപ്പോൾ അദ്ദേഹം അന്ന് അവിടെ അദ്ദേഹത്തിന് വീട് പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം മിക്കവാറും എല്ലാ പണിയും എല്ലാവർക്കും അറിയാം സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് വരുമ്പോൾ. അപ്പോൾ കാർപ്പൻട്രി, അതുപോലെ കൊല്ലന്മാർ ചെയ്യുന്ന പണി, തുണി നെയ്ത്ത് പോലത്തെ കാര്യങ്ങൾ, ഇതെല്ലാം നിർബന്ധമായിട്ടും കുട്ടികൾ പഠിക്കണം. അപ്പോൾ എത്ര ദിവസം, ഒരാഴ്ചയിൽ 4 മുതൽ 11 പീരീഡുകൾ വരെ ഇത്തരം കാര്യങ്ങൾ പഠിക്കാനാണ് കുട്ടികൾ ചിലവഴിക്കുന്നത്. ഇനി സ്കൂൾ അറ്റ്മോസ്ഫിയർ വളരെ, ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് പ്രൈമറി സ്കൂളൊക്കെ നന്നായി വരുന്നുണ്ട് അല്ലേ? നല്ല സൗകര്യങ്ങളായി, അതുപോലെ ചുവരിലൊക്കെ ചിത്രങ്ങളൊക്കെ ആയി. ആ തരത്തിലുള്ള, അല്ലെ അതിനേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട തരത്തിലുള്ള ഒരു അന്തരീക്ഷമാണ് അവരുടെ സ്കൂളുകളിലുള്ളത്. പിന്നെ കുട്ടികളെ എപ്പോഴും ക്ലാസ്സിൽ ഇങ്ങനെ ഇരുത്തില്ല, നമുക്ക് പഠിക്കാനുള്ള വലിയ കാര്യമാണിത്. കാരണം കുട്ടികളുടെ ഭാവി ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് നമ്മൾ കുട്ടികളെ ഇങ്ങനെ ചങ്ങല കിട്ടതുപോലെ ക്ലാസ്സിൽ മാത്രം ഇരുത്തി പഠിപ്പിക്കുക എന്നുള്ളത്. അത് പാടില്ല. പിന്നെ എന്താ വേണ്ടത്? അവർക്ക് പുറത്തിറങ്ങി കളിക്കാൻ അവസരം കൊടുക്കണം. ഇതാ ഈ പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ ഡിസംബർ മാസമല്ലേ, -20 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും അവരുടെ ഒരു ശരാശരി അന്തരീക്ഷത്തെ ഊഷ്മാവ്. എന്ന് വെച്ചാൽ മഞ്ഞ് കുറയുന്നതിനേക്കാൾ പിന്നെ -20 ഡിഗ്രിയുടെ താഴെ. ഈ തണുപ്പിൽ പോലും കുട്ടികൾക്ക് പുറത്തിറങ്ങി കളിക്കാൻ അവർ അവസരം കൊടുക്കും. 1 മണിക്കൂറെങ്കിലും എല്ലാ കുട്ടികളും പുറത്തിറങ്ങി കളിക്കും. അത് ഈ പറഞ്ഞ നേഴ്സറിയിലെ കുട്ടികൾക്കും ഉണ്ട്. ഹോംവർക്ക് അധികമില്ല, തീരെയില്ലെന്നല്ല, മിനിമൽ ഹോംവർക്ക്. അതുപോലെ കുട്ടികൾ ഈ സ്കൂളിന് പുറത്ത് മ്യൂസിക് പഠിക്കും. പിന്നെ വായന നന്നായി പ്രോത്സാഹിപ്പിക്കും. അതായത് അധിക വായന, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാത്രമല്ല, അതിനപ്പുറത്തുള്ള ചെറിയ കുട്ടികൾക്കുള്ള പുസ്തകങ്ങളൊക്കെ ഇഷ്ടംപോലെ അവിടെ അച്ചടിക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, വായിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇനി 5ാം ക്ലാസ് വരെ, ഏതാണ്ട് 12 വയസ്സുള്ള കുട്ടികൾക്ക് വരെ കൊടുക്കുന്ന പരീക്ഷകൾ മിക്കവാറും വാചിക പരീക്ഷ മാത്രമേ ഉള്ളൂ. റിട്ടൺ എക്സാമിനേഷൻ, എഴുത്ത് പരീക്ഷ കാര്യമായിട്ടില്ല. വർഷത്തിൽ 2 പ്രാവശ്യം പ്രോഗ്രസ് റിപ്പോർട്ട് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് കൊടുത്തുവിടും. ഏതെങ്കിലും വിഷയത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ടീച്ചർമാർ സഹായം കൊടുക്കും. കാരണം ടീച്ചർമാരുടെ എണ്ണം, ഇപ്പോൾ ഞാൻ പോയൊരു സ്കൂളിൽ 250 കുട്ടികളുണ്ട്. ടീച്ചർമാരാകെ 65. ഒന്നുകൂടെ തെറ്റി പറഞ്ഞതല്ല, 250 കുട്ടികളുള്ള ഒരു വലിയ സ്കൂൾ. അവർ പറഞ്ഞത് ഇറ്റ്സ് എ ബിഗ് സ്കൂൾ, ഞങ്ങളുടെ നാട്ടിലെ വലിയ സ്കൂളാണ്. 65 ടീച്ചർമാർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓരോ കുട്ടിക്കും പ്രത്യേകം ശ്രദ്ധ കൊടുക്കാം. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ സ്പെഷ്യൽ ട്യൂട്ടറിംഗ് ഒക്കെ അവിടെ നടക്കും. ഇനി അതുകൊണ്ട് കുട്ടി ആ ക്ലാസ്സിൽ നേടേണ്ട പഠന നിലവാരം നേടിയിട്ടില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ കുട്ടി അത് ആവർത്തിക്കേണ്ടി വരും. എന്നുവെച്ചാൽ 1 വർഷം കൂടി കുട്ടി ആ ക്ലാസ്സിൽ ഇരിക്കേണ്ടി വരും. പുസ്തകം ഫ്രീ, അതുപോലെ എക്സ്കർഷനൊക്കെ സർക്കാർ സംഘടിപ്പിക്കും, അതും ഫ്രീ. പിന്നെ വേണ്ടി വന്നാൽ കുട്ടികൾക്ക് ഈ ബോർഡിംഗ് പോലത്തെ സൗകര്യം പോലും സർക്കാർ വെറുതെ കൊടുക്കും. ഇതാ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകണം, സമയം കുറച്ച് കുറവാണെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട്. വളരെ നിർബന്ധമായി നടക്കുന്ന ഒരു കാര്യമാണ് പ്യൂപ്പിൾസ് കൗൺസിൽ ആക്ടിവിറ്റീസ്. എന്താണത്? നമ്മുടെ നാട്ടിലെ എല്ലാ സ്കൂളുകാരും പഠിക്കണം, ബോധപൂർവം ഇത് ഉൾപ്പെടുത്തണം. അതിനുവേണ്ടി ഞാൻ ബോധപൂർവ്വം ഉൾപ്പെടുത്തിയത് നമ്മുടെ ഈ ചർച്ചയിൽ. എന്താ അറിയാമോ?
പ്യൂപ്പിൾസ് കൗൺസിൽ ആക്ടിവിറ്റീസ്. നമ്മുടെ നാട്ടിലെ ഭാഷ പറഞ്ഞ സ്കൂൾ പാർലമെൻറ്റ് എന്നൊക്കെ വേണം പറയാം. ക്ലാസ് പാർലമെൻറ്റ്, സ്കൂൾ പാർലമെൻറ്റ് എന്നൊക്കെ പറയുന്നത് അവർ പറയുന്ന വാക്കാണിത്. അത് സ്വീഡനിലൊക്കെ ഉണ്ട്. എന്താ അവിടെ നടക്കുന്ന നോക്കാം. എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ നടക്കുന്ന കാര്യത്തിലും വീട്ടിൽ നടക്കുന്ന കാര്യത്തിലൊക്കെ ചില അഭിപ്രായം പറയാൻ താല്പര്യം ഉണ്ടാവും. അവർക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാകും അല്ലേ? ഇങ്ങനെയുള്ള കുട്ടികൾക്ക്, സാധാരണ കുട്ടികൾക്ക് ചർച്ചകളിൽ പങ്കെടുക്കാനും അവരെ ബാധിക്കുന്ന തീരുമാനങ്ങളുടെ ഭാഗമാകാനും അവസരം കൊടുക്കുക ചെറിയ കാര്യമല്ല. സ്കൂളിൽ കെട്ടിടം പണിയുമ്പോൾ, അല്ലെങ്കിൽ സ്കൂൾ എക്സ്കർഷന് പോകുമ്പോൾ, അല്ലെങ്കിൽ സ്കൂൾ ഡേ നടത്തുമ്പോൾ, അതുപോലെ സ്പോർട്സ് മീറ്റ് നടത്തുമ്പോൾ, ഇത്തരം എല്ലാ കാര്യത്തിലും കുട്ടികളുടെ അഭിപ്രായം കൂടി ചോദിക്കുന്നു. നമ്മൾ തയ്യാറാകുമോ? തയ്യാറായാൽ നമുക്ക് തള്ളത്. ഞാൻ വേഗം പോവാം. ശരി. ഇനി അങ്ങനെ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള അവസരം, അവർക്ക് താല്പര്യമുള്ള, അവരെ ബാധിക്കുന്ന ഏത് തീരുമാനത്തിലും പങ്കാളിയാകാനുള്ള അവസരം. ഇനി സ്വന്തം അഭിപ്രായം പറയാനുള്ള അവസരം. അതുപോലെ ചിലപ്പോൾ തർക്കിക്കേണ്ടി വരും. ഡെമോക്രസിയാണ് അവരോട് പരിശീലിപ്പിക്കുന്നത്, ജനാധിപത്യം. അപ്പോൾ അതിനകത്ത് ഒരാളുമായി തർക്കിക്കേണ്ടി വരും. മാന്യമായി ഒരാളുടെ എങ്ങനെ തർക്കിക്കാം, അതിനുള്ള അവസരം കിട്ടുകയാണ്. ഇതാ, മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ അവസരം വേണം. അതും ഈ പറഞ്ഞ സ്കൂൾ കൗൺസിലുണ്ട്. കാരണം മറ്റാൾക്കാർ പറയുമ്പോഴത്തേക്ക് ഞാൻ മിണ്ടാതിരിക്കണ്ടേ. അങ്ങനെ അപ്പോൾ ടീച്ചേഴ്സ് ദം ദ പ്രോസസ് ഓഫ് ഡെമോക്രാറ്റിക് ഡിസിഷൻ മേക്കിംഗ്. എങ്ങനെയാണ് തീരുമാനം, ജനാധിപത്യത്തിൽ തീരുമാനം എങ്ങനെയാണ് എടുക്കുന്നത്? ചർച്ച ചെയ്ത് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞ് അവസാനം ഭൂരിപക്ഷം എന്തോ തീരുമാനിക്കുന്നത് അത് ഞാൻ അംഗീകരിക്കുന്നത് ഡെമോക്രസി. അതിനുള്ള പരിശീലനമാണ് അവിടെ. ഇനി റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി, അതിനുള്ള അവസരം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു. ആ പ്രതിനിധി അവിടെ സ്കൂൾ പാർലമെൻറ്റിൽ പങ്കെടുക്കുന്നു. അവർ എടുക്കുന്ന തീരുമാനങ്ങൾ എനിക്ക് ബാധകമാണ്. ശരി. അപ്പോൾ 2 ഘട്ടം പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയാണ്? ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ, അതുപോലെ കോംപ്രിഹെൻസീവ് എഡ്യൂക്കേഷൻ 9 വർഷമുള്ളത്. അതും കഴിഞ്ഞിട്ട് നമ്മുടെ ഹയർ സെക്കൻഡറി എന്നൊക്കെ പറയാവുന്ന ഒരു സ്റ്റേജാണ് ഇത്. അപ്പർ സെക്കൻഡറി, ഇത് നിർബന്ധമല്ല. അത് 2ആയി തിരിയുന്നുണ്ട്. അക്കാഡമിക് എന്ന് വെച്ചാൽ നമ്മുടെ ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കാൻ പോകുന്ന ആൾക്കാർ പഠിക്കുന്ന പോലത്തെ വിഷയങ്ങൾ പഠിക്കുന്ന ഒരു സ്ട്രീം. രണ്ടാമത്തേത് എന്തെങ്കിലും ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അതാണ് വൊക്കേഷൻ നമ്മുടെ നാട്ടിൽ പറയാറുള്ളത്, നോൺ അക്കാഡമിക്. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ട് ആദ്യത്തിനാണല്ലോ കുറച്ചൊരു മുൻതൂക്കം വരിക. ഇനി അതിലെ അഡ്മിഷൻ തീരുമാനിക്കുന്നത് കുട്ടികൾക്ക് അതുവരെ കിട്ടിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. GPA, ഗ്രേഡ് പോയിൻ്റ് ആവറേജിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ തീരുമാനിക്കുന്നത്. ഇനി ഏതാണ്ട് പകുതിയോളം കുട്ടികൾ അക്കാദമിക് സ്ട്രീമിലേക്ക് പോകും, മറ്റേ പകുതി നോൺ അക്കാഡമിക് സ്ട്രീമിലേക്ക് പോകും. ഇനി അപ്പർ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ഈ 3 വർഷത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് കുട്ടിക്ക് തോന്നുക എനിക്ക് അക്കാഡമിക് സ്ട്രീം പറ്റില്ല, എനിക്ക് മറ്റേതാണ് ഏതെങ്കിലും തൊഴിൽ പഠിക്കാൻ നല്ലത്. അങ്ങനെ മാറാം, തിരിച്ചും മാറാനുള്ള അവസരമുണ്ട്. എല്ലാം ഫ്രീ ആണ്. ടെക്സ്റ്റ് ബുക്ക് കുട്ടി മേടിക്കണം, മെറ്റീരിയൽസ് മേടിക്കണം, ബാക്കി എല്ലാം സർക്കാർ കൊടുക്കും. ഇതാ ആ ലെവലിലെ കരിക്കുലം പല തലങ്ങളുള്ളതാണ്. കാഠിന്യം കുറഞ്ഞതുകൊണ്ട്, കാഠിന്യം കൂടിയതുണ്ട്, അങ്ങനെ പല തലങ്ങളുണ്ട്. അപ്പോൾ കുട്ടിക്ക് തിരഞ്ഞെടുക്കാം. ക്ലാസ്സിൻ്റെ ആദ്യം മുതലേ ഞാൻ ഏറ്റവും വിഷമം പിടിച്ച പഠിക്കാൻ പോകുന്നത്, അല്ല ഞാൻ ഏറ്റവും എളുപ്പമുള്ള പഠിക്കാൻ വന്നത് തീരുമാനിക്കാം. ഇനി പരീക്ഷ എടുക്കുമ്പോഴും തീരുമാനിക്കാം.
ശരി. അപ്പോൾ പലതരത്തിലുള്ള പരീക്ഷാ പേപ്പറുകളുണ്ട്, ഒന്നല്ല. അതുപോലെ കുട്ടിക്ക് സെലക്ട് ചെയ്യാം. ഏറ്റവും വിഷമമുള്ളത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏറ്റവും ലളിതമായി സെലക്ട് ചെയ്യാം. അത് പരീക്ഷയ്ക്ക് മുമ്പ് സെലക്ട് ചെയ്യാം. പക്ഷേ അതാ കുഴപ്പം, ഏറ്റവും വിഷമമുള്ള സെലക്ട് ചെയ്യുന്ന കുട്ടിക്ക് ഭാവിയിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ അവസരം കൂടും. കാരണം കടുപ്പമുള്ള കാര്യം ചെയ്തവനാകുമ്പോഴത്തേക്ക് അവനവിടെ കൂടുതൽ സ്ഥാനം കിട്ടും. അത്രയേ ഉള്ളൂ. ഞാൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിലേക്ക് പോകുന്നില്ല, ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്, അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ വളരെ ചെറിയതെന്ന് തോന്നുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കുട്ടിയുടെ വ്യക്തിത്വ വികാസത്തിന് പരമാവധി അവസരം കൊടുത്ത് ഒരു ജനാധിപത്യ രാജ്യത്തിൽ ജീവിക്കാനുള്ള ഒരു പൗരനായി അവനെ വളർത്താൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഈ നാട്ടിലെ വിദ്യാഭ്യാസം ഏറ്റവും മെച്ചമാണ് എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് എന്തായി, സാമ്പത്തികമായിട്ട് ഇവർ വളരെ വളരെ ഉയരത്തിലാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം രഹസ്യമായി എല്ലാവരും കണ്ടെത്തിയത്, ഇപ്പം നമ്മുടെ ഇവിടെ വന്ന ബഹുമാനായ വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഫിൻലൻഡിലെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ലോകത്തിന് മുൻപിലൊരു മാതൃകയായി തീർന്ന് സാമ്പത്തികമായും പുരോഗമിച്ച് ഒക്കെ നിൽക്കുന്നതിൻ്റെ രഹസ്യം എന്താണ് എന്ന് അന്വേഷിച്ചാലും നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? അവരുടെ വിദ്യാഭ്യാസമാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കുട്ടികളുടെ മാനസിക, ശാരീരിക, സാമൂഹിക, വൈകാരിക വളർച്ച, ആ വളർച്ചയ്ക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നൽകാനുള്ള ഒരു പദ്ധതിയാണ് വിദ്യാഭ്യാസം എന്നുള്ളത്. വളരെ സന്തോഷമുണ്ട് പ്രൊഫസർ ജോർജ് ജോസഫിനും ഈ സെഷൻ സ്പോൺസർ ചെയ്ത ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസിനുമൊക്കെ, അഥവാ കേരളത്തിൽ 2 ആഴ്ച മുമ്പ് നടന്ന, നിങ്ങൾ എല്ലാ പത്രകോളങ്ങളിലും നിറഞ്ഞിരുന്നു കേരളത്തിൽ ഫിൻലാൻഡ് എഡ്യൂക്കേഷൻ മോഡൽ കൊണ്ടുവരുന്നു എന്നൊക്കെ. അതിനുശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഒരു നോളജ് റിട്രീറ്റിൽ ഫിൻലാൻഡ് എഡ്യൂക്കേഷനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ദ ക്രെഡിറ്റ്സ് ഗോസ് ടു ദിസ് നോളജ് റിട്രീറ്റ് ടീം ഓർഗനൈസ്ഡ് ആസ് പാർട്ട് ഓഫ് മഹദിൻ വൈസേനിയം. ഉസ്താദിൻ്റെ ഓരോ വിഷനാണ് അതുള്ളത്. ഇനിയും വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വണ്ടർഫുൾ എഫേർട്ട് ആൻഡ് എ ഗ്രേറ്റ് ഇൻസ്പയറിംഗ് presentation you conducted here. ഇനി നമ്മളോട് സംസാരിക്കാനുള്ള ഡോക്ടർ സിജോ ചെറിയാൻ. സിജോ ചെറിയാൻ നേരത്തെ നമ്മൾ വൈസേനിയം അപ്രീസിയേഷൻ അവാർഡ് നൽകി ആദരിച്ചിട്ടുണ്ട്. സിജോ ചെറിയാൻ പ്രൊഫഷണലി ഈസ് എ നേഴ്സ്. ഒരു വൈദ്യശാസ്ത്ര മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഷിജോ, റൈറ്റ്, തൻ്റെ ഒരു പാഷൻ മനസ്സിലാക്കി ടെക്നോളജി ഫീൽഡിലേക്ക് വരികയും, നമുക്കറിയാം ആളില്ലാ ലെവൽ ക്രോസിന്റെ ഓട്ടോമേഷൻ അലാറം കൊണ്ടുവന്നിട്ടുണ്ട്, ഡാം സുരക്ഷാ സംവിധാനം കൊണ്ടുവന്നു, ഓട്ടോമാറ്റിക് വയർലെസ് അഗ്നി സുരക്ഷാ സംവിധാനം കൊണ്ടുവന്നു, റെയിൽവേയിലെ വിള്ളലുകൾ മുൻകൂട്ടി പ്രിഡിക്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ദുബായ് സർക്കാർ ഇപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ബ്രെയിൻ സ്റ്റോമിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. With all these happiness, I really request Dr. Sijo to wish us and to share your experience in this knowledge retreat. Well. Assalamu alaikum. ആദരണീയനായ നമ്മുടെ മദീൻ അക്കാഡമിക് ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഹാരി അവരുകൾ, മറ്റ് വേദിയിലെ വിശിഷ്ടാതിഥികളെ, പ്രിയ സഹോദരങ്ങളെ, ഞാനൊരു പ്രസംഗം പറയാനായിട്ടായിരുന്നു വന്നത്. പക്ഷേ എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ 1-2 അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മാദിൻ അക്കാഡമി വൈസിനിയം അപ്രിസിയേഷൻ അവാർഡ് എനിക്ക് അനൗൺസ് ചെയ്തപ്പോഴത്തേന് എനിക്ക് കൂടുതലായിട്ട് മാദിൻ അക്കാഡമിയെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹം തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ കൂടുതലായിട്ട് മാദിൻ അക്കാഡമിയെക്കുറിച്ച് അറിഞ്ഞു. അങ്ങനെ എനിക്ക് അത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് തന്നെ ഇവിടെ വന്നൊന്ന് കാണണം, മാദിൻ അക്കാഡമിയെക്കുറിച്ചൊന്ന് കാണണം എന്നെനിക്ക് വളരെ ഒരു ആഗ്രഹം തോന്നി.
അവാർഡിനേക്കാളും ഉപരി തന്നെ എനിക്കിവിടെ വന്നൊന്ന് കാണണം എന്നുള്ള ആഗ്രഹമാണ് ഏറ്റവും ആദ്യം ഉണ്ടായത്. ഞാൻ രാവിലെ ഇവിടെ എത്തി ഞാനൊരു അത്ഭുത ലോകത്ത് ചെന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണമെന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പത്തിൽ മുതലേ ഇന്നോവേഷനൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ എനിക്ക് അവസരങ്ങളില്ലായിരുന്നു. നമ്മളൊരു വേദിയിൽ അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഭയങ്കര ഭാഗ്യമാണ്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഒത്തിരി അവസരങ്ങളാണ് ഇവിടെ തുറന്നു കിടക്കുന്നത്. കാരണം വെച്ചാൽ ഇവിടുത്തെ നമ്മുടെ ചെയർമാന് അത്രയും അവസരങ്ങളാണ് നിങ്ങൾക്കിവിടെ നൽകിയിരിക്കുന്നത്. ഞാനിവിടെ നമ്മുടെ ഡിജിറ്റൽ ലൈബ്രറി കണ്ടു. വളരെ അത്ഭുതം തോന്നി എനിക്ക് അത് കണ്ടപ്പോഴത്തേന്. നിങ്ങളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് എന്നെനിക്ക് തോന്നി. കാരണം ഞാൻ എൻജിനീയറിങ് പഠിച്ചിട്ടില്ല, ഞാൻ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ നിങ്ങൾ എൻജിനീയറിങ് പഠിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ, മറ്റുള്ള ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് പല കാര്യങ്ങൾ എന്നെക്കാളും കൂടുതൽ ഇവിടെ ചെയ്യാൻ സാധിക്കും. അതിനുള്ള ഏറ്റവും വലിയൊരു സ്ഥാപനത്തിൽ തന്നെയാണ് നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെയർമാൻ്റെ വിഷനാണ്. ഞാൻ ദുബായിലായിട്ട് ഇപ്പം 5 വർഷമായി. ദുബായിയുടെ രാജാവ് ഷെയ്ഖ് മുഹമ്മദിൻ്റെ വിഷനാണ് ദുബായിയെ അത്രയും വലിയ നിലയിലെത്തിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഒരു ഭാഗ്യമാണ് നിങ്ങളുടെ മാദിൻ അക്കാഡമിയും ഇവിടുത്തെ ചെയർമാനും. കാരണം വെച്ചാൽ വളരെ കൂളായിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടിയത്, നിങ്ങൾക്ക് എന്താണ് പഠിക്കേണ്ടത്, അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ കിട്ടും. കാരണം എനിക്കൊന്ന് കേരളത്തിൽ വേറെ എവിടെയും എനിക്ക് തോന്നുന്നില്ല ഇത്രയും നല്ലൊരു രീതിയിൽ നിങ്ങളുടെ അഭിരുചി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് തരുന്ന ഒരു സ്ഥാപനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കുറേ സ്ഥാപനങ്ങളിലൊക്കെ പോയിട്ടുണ്ട്, അതുപോലെ തന്നെ ദുബായിലും. പിന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമെന്ന് പറഞ്ഞാൽ ഇത്രയും രാജ്യങ്ങളിലെ ആൾക്കാരെയും അതുപോലെ ഇത്രയും വലിയൊരു മീറ്റിങ്ങും നിങ്ങൾക്ക് നിങ്ങളുടെ മലപ്പുറത്ത് നിങ്ങളുടെ മൈദിൻ അക്കാഡമിയിലിരുന്ന് നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വലിയൊരു കാര്യമാണ്. കാരണം ഞാനൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ എനിക്കിങ്ങനെ അവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. കാരണം ഞാൻ ദുബായി ചെന്ന് കഴിഞ്ഞാണ് എനിക്കൊരു ഇൻ്റർനാഷണൽ ഇതുപോലെ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാൻ സാധിച്ചത്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ടാലൻറ്റ് നിങ്ങൾ ഉപയോഗിക്കുക. അതിനുള്ള വേദി ഇവിടെ തന്നെയുണ്ട്. ഞാനിപ്പോൾ അപ്രിസിയേഷൻ അവാർഡ് മേടിച്ചു. നാളെ നിങ്ങളായിരിക്കണം ഇവിടെ നിൽക്കേണ്ടത്. നിങ്ങൾ പ്രവർത്തിക്കണം, എന്നാൽ നിങ്ങൾക്ക് വളരെ ഉന്നതിയിലെത്താൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഞാനും മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളായിരുന്നു. ഞാൻ പിന്നെ എൻജിനീയറിങ് പഠിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം നാളെ നിങ്ങളായിരിക്കണം ഈ സ്റ്റേജിൽ വന്ന് നിങ്ങളായിരിക്കണം സംസാരിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ എന്നെ ഇവിടെ ക്ഷണിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പിന്നെ ഞാൻ ഒരു 300 കിലോമീറ്റർ ദൂരെ നിന്നാണ് ഇപ്പം വരുന്നത്. എൻ്റെ ഫാദറും ഉണ്ട്. അപ്പം ഞാനിത് ഒന്ന് എനിക്ക് കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്കൊരു അത്ഭുത ഒരു ലോകമാണ് തുറന്നിട്ടത്. എല്ലാം വളരെ ടെക്നോളജി പരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ ടെക്നോളജി ഇതെനിക്കൊന്ന് വേറെ ഒരിടത്തും കാണാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെയും മലപ്പുറത്തിൻ്റെ ഒരു ഭാഗ്യമാണിത്. അപ്പം എന്നെ വിളിച്ചതിലും എനിക്ക് യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും ഞാൻ നമ്മുടെ അക്കാഡമിയോടും ചെയർമാനോടും മറ്റ് എല്ലാവരോടും ഞാൻ നന്ദി പറഞ്ഞ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഡോക്ടർ സിജോ ചെറിയൻ ഫോർ വണ്ടർഫുൾ ടോക്ക്. അതാണ് മഹദീൻ. എവിടെയൊക്കെയോ നല്ല ഉദാഹരണങ്ങളുണ്ടോ അവിടെയൊക്കെ തങ്ങൾ ഉസ്താദ് എത്തുകയും അവിടെ നിന്നും അവരെയൊക്കെ കൊണ്ടുവന്ന് മഹദീൻ എന്ന ഈ മലപ്പുറത്തെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്ന് നമുക്കൊരു ഇൻസ്പിറേഷൻ നൽകുക എന്നതാണ് നമ്മുടെ ചെയർമാൻ്റെ ഏറ്റവും വലിയ ഒരു ട്രൈറ്റ് ഗുണം. പലപ്പോഴും ഉസ്താദ് പറയാറുണ്ട് 1+1 = not 2. ഒന്നും കൂട്ടിയാൽ 2 അല്ല. 1+1 എന്ന് പറഞ്ഞാൽ ഒരു 11 അല്ലെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ പോലെ ഒരു വലിയ ഒന്നോ ആയിരിക്കണം. എവിടെയാണോ ഐഡിയാസ് ഉള്ളത്
ആ ഐഡിയാസ് പൊറുക്കിയെടുത്ത് മഹദിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അങ്ങനെയാണല്ലോ മഹദിൽ ഓഗ്മെന്റഡ് റിയാലിറ്റി ഉള്ളത്, സ്മാർട്ട് റൂം എനേബിൾഡ് ക്ലാസ്സുകളുള്ളത്, വിർച്വൽ റിയാലിറ്റി ലാബുകളുള്ളത്, റോബോട്ടിക്സ് എംബഡഡ് ക്ലാസ് റൂമുകളുള്ളത്, സ്മൈലിംഗ് ഗേറ്റുകളുള്ളത്. അവിടെയൊക്കെ എത്ര ടെക്നോളജി പറഞ്ഞാലും വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ, മൂല്യങ്ങൾ, ധർമ്മബോധം, ധാർമ്മിക ബോധം, മനുഷ്യരോടുള്ള സ്നേഹം, അത് നടപ്പിൽ വരുത്തുക എന്നതും കൂടിയാണ് മഹദിൻ അക്കാദമിയുടെ വലിയ ലക്ഷ്യങ്ങളുള്ളത്. വളരെ സന്തോഷം. മഹദിൻ വൈസന്യത്തിൻ്റെ പ്രോഗ്രാമുകളുടെ വളരെ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനായ ഈ നോളജ് റിട്രീറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. വളരെ ക്ഷമാപൂർവം വളരെ പാഷനോടെ ഇരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അക്കാഡമിക് ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ എല്ലാ വിജയാശംസകളും ഞാൻ നേരുകയാണ്. All the session what we discussed here is a wonderful, thought-provoking, research-oriented and indications and influence to further study and global visibility. There is no doubt at all. With these few words, I welcome our Sayyid for a closing remarks of this knowledge retreat. Sayyid. Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. മഅദിൻ മേക്സ് ടുമോറോ എന്നതാണ് മഅദിൻ്റെ സ്ലോഗൻ. എല്ലാവർക്കും അറിയാം. നടന്നുകൊണ്ടിരിക്കുന്നത്, ഇവിടെ അവസാനിപ്പിക്കാൻ പോകുന്നത് ഇൻ്റർനാഷണൽ നോളേജ് ട്രീറ്റ്. പലപ്പോഴും പല പരിപാടികളും സംബന്ധിക്കുന്നവരാണ് വേദിയിലുള്ളവരും സദസ്സിലുള്ളവരൊക്കെ. ഇൻ്റർനാഷണൽ, അന്താരാഷ്ട്രമെന്ന് മലയാളത്തിൽ പറയും. പറഞ്ഞതുപോലെ അന്താരാഷ്ട്രമായി അനുഭവപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ഇവിടെ സമാപിക്കാൻ പോകുന്നത്. അത് അതിൻ്റെ സെഷൻസ് കൊണ്ടും പാർട്ടിസിപ്പൻസ് കൊണ്ടും സ്പീക്കേഴ്സിനെ കൊണ്ടൊക്കെ. അവസാനമായി നമ്മുടെ മാത്യു സാറ് സമയം കിട്ടാത്തതിൽ ക്ഷമ ചോദിക്കുന്നു. അവിടെ ഇരുന്ന് നൗഫൽ സാറ് പറയായിരുന്നു, ഇനി ഇൻഷാ അല്ലാഹ് ഉസ്താദിൻ്റെ അടുത്ത ട്രിപ്പ് ഫിൻലാൻഡിലേക്കായിരിക്കും എന്ന് പറഞ്ഞ ഒരു റോൾ മോഡൽ. എവിടെ നമുക്ക് എന്തെങ്കിലും കിട്ടുമെങ്കിൽ അവിടേക്ക് 50-ലധികം രാജ്യങ്ങളിൽ സഞ്ചരിച്ച ബഹുമാനിയായ ചെയർമാൻ ബദ്രുസാദാത്ത് സയ്യിദ് ഇബ്രാഹിം അൽ ഖലീൽ ബുഖാരി അവർക്ക് ആ ഒരു പ്രസൻറ്റേഷൻ നമ്മുടെ അക്കാഡമിക് ഡയറക്ടർ നൗഫൽ സാർ സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ അതാണ് മഅദിൻ. ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്നുണ്ട് നമ്മുടെ ചെയർമാൻ. ഞാൻ വിശദീകരിക്കുകയല്ല, എൻ്റെ കടമ നന്ദി പറയുക, ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുക എന്നതാണ്. പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് പറയുകയാണ്. ഇവിടെ വന്ന എല്ലാ ഗസ്റ്റുകൾക്കും, അതുപോലെ ഈ സെഷനിലെ അധ്യക്ഷത വഹിച്ച ബഹുമാനായ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം അൽ ഖലീൽ ബുഖാരി അവർക്ക്, അതേപോലെ നമ്മുടെ ഈ സെഷൻ ഉദ്ഘാടനം ചെയ്ത ഹോണറബിൾ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് കേരള പ്രൊഫസർ സി രവീന്ദ്രനാഥ് സാർ, നമ്മുടെ ഗസ്റ്റ് ഓഫ് ഹോണർ ഹിസ് എക്സലൻസി അഡാമ ഡിയാങ്, UN സെക്രട്ടറി ജനറൽ സ്പെഷ്യൽ അഡ്വൈസർ ഫോർ ദി പ്രിവെൻഷൻ ഓഫ് ജെനോസൈഡ്, അതേപോലെ വൈസനിയം അപ്രിസിയേഷൻ അവാർഡ് വാങ്ങിക്കാനെത്തിയ ഡോക്ടർ സിജോ ജോസഫ്, അദ്ദേഹമൊക്കെ സിജോ ചെറിയാൻ അദ്ദേഹത്തിൻ്റെ ഫാദർ ചെറിയാൻ, വേദിയിലുള്ള മറ്റു ഉസ്താദുമാർ, സാദാത്തികൾ, ഈ പരിപാടിയുടെ തുടക്കം മുതൽ അവസാനം വരെ വളരെ ആങ്ഷിച്ചോടിയിരുന്ന സദസ്സിൻ്റെ ആ ഒരു ഇരുത്തങ്ങട നമുക്കറിയാം. ഇത് വളരെ ഫ്രൂട്ട്ഫുൾ ആണെന്ന് നിങ്ങൾക്കൊക്കെ മഅദിൻ അക്കാഡമിയുടെ വൈസനിയം കോർഡിനേഷൻ കമ്മിറ്റിയുടെ സ്വാഗത സംഘത്തിൻ്റെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് വആഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സഹോദരന്മാരെ, ളുഹർ നിസ്കാരത്തിന് ശേഷം ഭക്ഷണം കഴിച്ച് 2 മണിക്ക് നമ്മുടെ മലബാർ മോർണിംഗ്സ് എന്ന പരിപാടി നമ്മുടെ മെയിൻ പന്തലിൽ ഷെയ്ഖ് സായിദ് കോൺഫറൻസ് ഹാളിൽ നടക്കാനിരിക്കുന്നു. മലബാറിൽ നിന്ന് വിവിധ രാജ്യങ്ങൾ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, അതുപോലെ വിവിധ പ്രദേശങ്ങളിലേക്ക് 1.5-2 നൂറ്റാണ്ട് മുമ്പ് കുടിയേറ്റം നടത്തിയവരുടെ പിൻതലമുറക്കാർ മലബാറിന്റെ പാരമ്പര്യം, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന